الرجيم. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم أنزل عليكم من بعد الغم أمنة نعاسا يغشى طائفة منكم وطائفة قد أهمتهم أنفسهم يظنون بالله غير الحق ظن الجاهلية يقولون هل لنا من الأمر من شيء قل إن الأمر كله لله يخفون في أنفسهم ما لا يبدون لك يقولون لو كان لنا من الأمر شيء ما قتلنا هاهنا قل لو كنتم في بيوتكم لبرز الذين كتب عليهم القتل إلى مضاجعهم وليبتلي الله ما في صدوركم وليمحص ما في قلوبكم والله عليم بذات الصدور. ثم أنزل عليكم പിന്നീട് നിങ്ങളെ മേലിൽ അല്ലാഹു തആല ഇറക്കി. ഇനി ഇതിനേക്കാണ് സാവധാനം പറയുന്നില്ല, അതിലേക്ക് ചട്ടമറ പോലെ ഓട്ടോ ടിക്കറ്റ് വെക്കുന്നതിനേക്കാണ് സ്പീഡാണ്. അതിനൊക്കെ സദസ്യർ കയ്യാറാനും തുടങ്ങിയപ്പോൾ പുറത്തെ ഒച്ചപ്പാടുണ്ടോന്ന് അതാകും വായിച്ചിട്ട് പുതിയ തുടങ്ങാനുണ്ടായിരുന്നു. എന്തെങ്കിലും തിരിയുന്നതൊക്കെ നല്ല പാഠം ഉൾക്കൊള്ളുന്ന വിഷയമാണ്. പക്ഷെ അതൊന്നും ഇപ്പം തിരിയൂല, എന്താ അത് ഉൾക്കൊള്ളൂല. വേറെ എന്തെങ്കിലും കളച്ച് കോരിക്കൊണ്ടാന്നൊക്കെ അക്ഷരം ഉണ്ടെങ്കിൽ അപ്പം തന്നെ വിഴുങ്ങാൻ വായുമ്പോൾ നിൽക്കുന്നു. പിന്നെ ഈ അൻസല അലൈക്കും എന്ന് പറഞ്ഞതിന് അഅതാ വവഹബ ലക്കും അയ്യുഹൽ മുഅ്മിനൂൻ, നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയെന്നാ പറഞ്ഞത്. മിൻ ബഅദിൽ ഗമ്മിൽ മദ്കൂർ, മുമ്പ് പറഞ്ഞൊരു ഗമ്മുണ്ടല്ലോ, ഇവിടെ യുദ്ധം വിചാരിച്ചതിനേക്കാൾ തരംതിരിഞ്ഞു വന്നല്ലോ. അല്ലാഹു തആല നൽകിയ അമനത്തൻ എന്ന് പറഞ്ഞാൽ അമ്നൻ, അതിൻ്റെ ബദലാണേത് നുആസൻ, അതാ നുആസിനെ തന്നത്. ക്ലാസ്സിൽ ഉറങ്ങിയിട്ട് അതൊന്നു യുദ്ധക്കളത്തിൽ ഉറങ്ങിയിട്ടില്ല എന്നാണ് ഇപ്പം ചോദിക്കുന്നത്. അത് വലിയ നിയമത്തായിട്ടല്ല അല്ല എണ്ണീന് എന്തിനും ന്യായീകരിക്കാം, സകലത്തിനും ന്യായീകരിക്കാൻ ആയത്തും ഹദീസുണ്ട്. ആരും കാണപ്പെടാത്ത ഫത്താവ വേണ്ടുന്ന രക്ഷപ്രഖ്യാപനം ചെയ്താൽ മതി. ഫത്താവ ചാർത്തപ്പെട്ട ആളെന്നെ പറയുന്നത് അതിനകത്ത് ഫത്താവ ഇറക്കിയിട്ടില്ല, എന്നാലും ഇറക്കിയെന്ന് ഞാൻ എന്താ ചെയ്യാൻ കാലത്ത്. നല്ല ജനിപ്പിക്കുന്ന കാലത്ത് ജനിക്കാന്നില്ലോണ്ട് നമുക്കൊന്നും ചെയ്യില്ലല്ലോ. അപ്പം നുആസിനെ ഇറക്കിയെന്നാ പറഞ്ഞത്. ഇതാണ് വഹുവൽ വസനം, അത് ബദലും മിൻഹ എന്ന് പറഞ്ഞാൽ അമനത്തൻ എന്ന് പറഞ്ഞതിൽ നിന്നുള്ള ബദലാണ് നുആസൻ. അപ്പം അമനത്തും നുആസും ഒന്ന് തന്നെ. വഹുവൽ വസനു ഉറക്ക്. ഖാല അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു, റഫഅതു റൗസി യൗമ ഉഹദിൻ, ഉഹദിന്റെ ദിവസം ഞാൻ എൻ്റെ തല ഉയർത്തി. ഫജഅൽതു ലാ അറാ അഹദൻ മിനൽ ഖൗം, ഖൗമിൽപ്പെട്ട ഒരാളെയും ഞാൻ കാണുന്നില്ല. ഇല്ലാ വഹുവ യമീദു, അതിങ്ങനെ ആടുന്നു, നുആസ് കൊണ്ട് ആടുന്നു. പക്ഷെ ആട്ടം യുദ്ധക്കളത്തിൽ നുആസ് നല്ലതാന്ന് വെച്ചാൽ മറ്റുള്ള കുറേ സ്ഥലം കണ്ടിട്ടുണ്ട് നുആസ് പാടില്ലാത്തതാണ്. ഒന്നിൽ പിന്നെ മജ്‌ലിസിൽ, 2 ദിക്റിന്റെ മജ്‌ലിസിൽ, 3 നിസ്കാരം, 4 വണ്ടി കയറിയാണ്, പ്രത്യേകിച്ച് 2 വീലറിൽ. ഞാനൊരാളെ 2 വീലറിലൊക്കെ നോക്കും, ഞാൻ വേറൊരാൾ കയറിയത് 2 ബേക്കിലുണ്ട്, ഒരാളിങ്ങനെ ആട്. അപ്പം ഇയാൾക്കുള്ള നിയന്ത്രണം കിട്ടുന്നു. എങ്ങനെയോ പിലാത്തിലെത്തി കിട്ടി, മരണത്തിൻ്റെ പക്കത്തയച്ചു. ഞാൻ പറഞ്ഞു എന്നോട് കേസ് എല്ലാ ബസ്സിന് പോയിക്കോളൂ.
അല്ല നാട്ടിലെത്തൂല, ഈ ബേക്കിൽ ഇങ്ങനെ അകലെ. അപ്പോൾ 2 വീലർ കയറിയാലും 4 വീലർ കയറിയാലും ഉറക്ക് ഡ്രൈവിങ്ങിന് സമയത്ത് ഗുണകരമല്ല. ദിക്കുന്ന മജ്‌ലിസിലും പറ്റില്ല, നിസ്കാരത്തിലും പറ്റില്ല. അല്ല ഇതും പിടിച്ചിട്ട് വീട്ടിൽ യുദ്ധക്കളത്തിൽ സഹാബത്ത് ഇറങ്ങിയിട്ടില്ലേ? നിങ്ങൾ ആയിട്ട് കണ്ടിട്ടില്ലേ? അപ്പൊ അവരുടെ ആ പടയങ്ങിന്റെ ഇതിലായിക്കൊണ്ടിട്ട് ഇങ്ങനെ ആടുകയാണ് ഉറക്കത്തിനാല്. വകുന്തു ഞാനായിരുന്നു മിമ്മൻ ഉൽഖിയലൈഹിൻ നുആസ് യൗമഇദിൻ, അന്ന് ഈ നുആസ് ഉറക്ക് ബാധിച്ച കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു ഞാൻ. അത് അബൂ തൽഹ റളിയല്ലാഹു അൻഹു. ഫകാന സൈഫു യസ്ഖുതു മിൻ യദി, എൻ്റെ കയ്യിൽ നിന്ന് വാളിങ്ങനെ വീണുകൊണ്ടിരിക്കും. ഫഅഖദഹു ഞാനത് വീണ്ടും എടുക്കും, വാള് കൈമന്ന് കൊണ്ട് പിന്നെ സുമ്മ യസ്ഖുതു സൗതു, പിന്നെ ചാട്ട വീഴും. ഫഅഖദഹു, പിന്നെ അത് വീണ്ടും ഞാൻ എടുക്കും. എന്നിട്ടോ ആ നുആസ യഗ്ശാ ത്വായിഫതൻ മിൻകും, നിങ്ങളിൽപ്പെട്ട ഒരു തായിഫത്തിനെ മൂടുകയാണ്. അതാരാണത്? വഹുമുൽ മുഹാജിറൂൻ വഅമ്മത്തുൽ അൻസാർ, മുഹാജിരീങ്ങളും അൻസാരിമാരിൽപ്പെട്ട കുറേ ആളുകളും. ഇതിന് വേറൊരു തായിഫ ഉണ്ട്, ഇവിടെ എന്ത് സംഭവിക്കും എന്നിട്ട് ഇങ്ങനെ ആകപ്പാടെ വെപ്പലാളാണ്. അവർക്ക് പിന്നെ ഉറങ്ങാൻ വിചാരിച്ചാൽ ഒളികൾ നിന്നാലും ഉറങ്ങില്ല. ഒരു വിഭാഗമുണ്ട്, വഹുമുൽ മുനാഫിഖൂനാണ്. ഖദ് അഹമ്മതുഹും അൻഫുസുഹും, അവരെ നഫ്സ് അവരെ ഹമ്മിലാക്കി. അയ്യോ ഔഖഅതുഹും ഫിൽ ഹുമൂമി വൽ അഹ്സാൻ, അതാ ദുഃഖത്തിലും ബേജാറിലും ടെൻഷനിലും ആക്കിയിട്ട്. എന്നിട്ടോ യളുന്നൂന ബില്ലാഹി ഗൈറൽ ഹഖ്, അവർ അള്ളാഹുവിനെ കൊണ്ട് തന്നെ ചെയ്യുന്നത് ഹക്കല്ലാത്തതിനെയാണ്. അള്ളാഹിനെ പറ്റി എന്തെല്ലോ പറയാനുണ്ട്. എന്താ ഗൈറൽ ഹഖ് എന്ന് വെച്ചാൽ ഗൈറൽ ലന്നിൽ ഹഖ്. അപ്പൊ ഹക്ക് എന്നുള്ളത് കളയപ്പെട്ട ലന്നിന്റെ സിഫത്താന്ന് വെച്ചാൽ അല്ലദീ യജിബു അൻ യുളന്ന ബിഹി സുബ്ഹാനഹു വ തആല, അള്ളാഹുവിനെ കൊണ്ട് ലന്ന് ചെയ്യൽ നിർബന്ധമായ ആ ഹക്കായ ലന്നിനെയും വിട്ടിട്ട് മറ്റൊന്നിനെയാണ് അവർ. അതെന്താ? അതിന് ഒന്നുകൂടെ പറയുന്നത് ലന്നൽ ജാഹിലിയ, ജാഹിലിയത്തിന്റെ ലന്ന്. ആയി ബദലും മിൻഹു ഗൈറൽ ഹഖീന്റെ ബദലാണ് ലന്നൽ ജാഹിലിയ. അതേതാ? വഹുവൽ ലന്നുൽ മുഖ്തസ്സു ബിൽ മില്ലത്തിൽ ജാഹിലിയത്തി വ അഹ്ലിഹ, ജാഹിലിയായ മില്ലത്ത് കൊണ്ടും അതിൻ്റെ ഹലുകാർക്കും പ്രത്യേകമായ ലന്നുണ്ടാക്കി ഇസ്ലാമാന്ന് പറഞ്ഞ് കയറി വന്നിട്ട് ഇവിടെ വിശ്വസിച്ച് പോരുന്നു. അതിൽപ്പെട്ട ഒന്നഞ്ഞാന്ന് കഞ്ഞിമൂലം എല്ലാ സഹാറത്തിൻ്റെയും എല്ലാ ഷക്കാവത്തിൻ്റെയും മദാർ കിടക്കുന്നവിടെയെന്ന് കഞ്ഞിമൂലൊക്കെ ബഹുമാനിക്കുന്നുണ്ടോ ബഹുമാനിക്കുന്നില്ല എന്നെ തുടർന്നാണ് ഇപ്പം വിശ്വസിക്കുന്നത്. എന്താ? ജാഹിലിയത്തിന്റെ മില്ലത്ത് കൊണ്ടും അതിൻ്റെ ഹലുകാർക്കും മുഖ്തസായ ലന്നുണ്ടാക്കുന്നത് ഇവർ വിശ്വസിക്കുന്ന പറഞ്ഞു വരുന്നു. എന്നിട്ടോ യഖൂലൂന, അവർ പറയുന്ന എന്താണ്? ആരോട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. അലാ സൂറത്തുൽ ഇസ്തിർഷാദ്, ഇസ്തിർഷാദിന്റെ സൂറത്തിന്. അപ്പൊ എന്തായി? യഥാർത്ഥത്തിൽ ഇസ്തിർഷാദ് അല്ല ഉദ്ദേശം, അതിന്റെ രൂപേണ ഒരു കാര്യം അറിയലല്ല ഉദ്ദേശിക്കുന്നു, ഒരു ചോദ്യം ചെയ്യലാണ്. സൂറത്ത് കണ്ടാൽ ഇസ്തിർഷാദാണ്. എന്താ ചോദ്യം? ഹല്ലനാ മിനൽ അംരി മിൻ ഷൈഇ എന്ന ചോദ്യം. ഹല്ലനാ മിനൽ അംരി മിൻ ഷൈഇ, ഹല്ലനാ നമുക്കുണ്ടോ? മിനൽ അംരി ഐ മിൻ അംരില്ലാഹി തആല വ വഅദിഹി മിനൻ നസ്രി വൽ ലഫർ, യുദ്ധം വിജയിക്കുമെന്നും അല്ലാഹു തആല മുഅ്മിനീങ്ങളെ സഹായിക്കുമെന്നുമുള്ള വാഗ്ദാനത്തിൽപ്പെട്ട ഒന്ന് നമുക്കതുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്നാണ് ഇവർ മനസ്സിലാക്കിയത്. അല്ലാഹ് ചതിച്ചെന്നാണ് വിശ്വസിക്കുന്നത്. അല്ലാഹു തആല വാഗ്ദാനം ചെയ്തല്ലേ നസ്റും ലഫറും, അത് നമുക്ക് വല്ലതും ഉണ്ടോ? മിൻ ഷൈഇൻ, എന്തെങ്കിലും, മിൻ നസീബിൻ ഖത്തു. ഖുൽ, നബിയെ പറയണം സല്ലല്ലാഹു അലൈഹി, ഇന്നൽ അംറ കുല്ലഹു ലില്ലാഹ്, അംറ മുഴുവനും അല്ലാഹു തആലക്കാണ്. ഐ ഗലബതു ബിൽ ആഖിറതി ലില്ലാഹി തആല വലി ഔലിയാഇഹി ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. അതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാത്തിൻ്റെയും അധികാരി. ആഖിറത്തിലാവട്ടെ ദുനിയാവിലാവട്ടെ ഗലബത്ത് അല്ലാഹു തആലാന്റെ കയ്യിലാണ്, അവൻ്റെ ഔലിയാക്കൾക്കും. അള്ളാഹുവിൻ്റെ ഹിസ്ബ് അവർ തന്നെയാണ് ഗാലിബീങ്ങൾ. ഇനി ആ
കഞ്ഞിമൂല വിശ്വസിക്കുന്ന അവരുണ്ടല്ലോ മുനാഫിഖീങ്ങൾ, അവരെന്താക്കും യുഖ്ഫൂന ഫീ അൻഫുസിഹിം മാ ലാ യുബ്ദൂന ലക്, തങ്ങളോട് വെളിപ്പെടുത്താത്ത ചില കാര്യം മനസ്സിൻ്റെ ഉള്ളിൽ മറച്ചു വെക്കുന്നുണ്ട് എന്നാണ്. ഉള്ളു വേറെ പുറം വേറെയാണ്. ഐ മുലഹിരീന അന്നഹും മുസ്തർഷിദൂന, റുഷ്ദിനെ തേടുന്നവരാണ് എന്ന് വെളിപ്പെടുത്തും. ആലിമൂന ലിന്നസ്രി, നസ്റിനെ തേടുന്നവരാണെന്നും വെളിപ്പെടുത്തും. മുബത്തിനീന, പക്ഷെ ബാത്തിനിലുള്ളത് അല്ലിൻകാറവ തക്ദീബ്, ഇൻകാറും തക്ദീബാണ്. അള്ളാഹ് ഒരു സഹായം ചെയ്യൂല, നമ്മളെ ചതിച്ചിരിക്കുകയാണ് എന്നാണ്. അവിടെ നമ്മൾ സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞില്ലേ, ഇത് യഖൂലുൽ മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ മാ വഅദനല്ലാഹു ഇല്ലാ ഗുറൂറാ എന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് പറഞ്ഞല്ലോ കിസറിൻ്റെയും കേസറിൻ്റെയും മാളിക പിടിച്ചടക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ മൂത്രിക്കാൻ വേണ്ടി പുറത്തിറങ്ങാൻ കഴിഞ്ഞാൽ ചുറ്റുപാട് ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് കിസറിനെ പിടിക്കല് അത് വ്യാമോഹിപ്പിച്ചതാണെന്നാണ് അവർ പറയുന്നത്. അതാ യഖൂലൂന, പിന്നെയും അവര് യഖൂലു ബഅദുഹും ലിബഅദ്, ആദ്യം വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നവർ. യഖൂലൂന റസൂലില്ല, ഇവർ പരസ്പരം ഫീമാ ബൈനഹും, അവരുടെ ഇടയിൽ ഖുഫിയത്തൻ, അത് രഹസ്യമായിട്ടാണ് പറയുന്നത്. ലൗ കാന ലനാ മിനൽ അംരി ശൈഉം മാ ഖുതിൽനാ ഹാഹുനാ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വല്ല സഹായവും നസ്റും മുതലായവ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കൊല്ലപ്പെടേണ്ടതുണ്ടോ? അതാ ലൗ കാന ലനാ മിനൽ അംരി ശൈഉൻ മാ ഖുതിൽനാ ഹാഹുനാ, ഇവിടെ വെച്ച് നമ്മൾ കൊല്ലപ്പെടുകയില്ലായിരുന്നു. അതാ കമാ വഅദ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തതുപോലെ ഉണ്ടെങ്കിൽ എന്താണ് മിൻ അന്നൽ ഗലബത ലില്ലാഹി വലി ഔലിയാഇഹി, അല്ലാഹു തആലക്ക് മുത്തലഖായ ഗലബത്തുണ്ട്, അല്ലാഹുവിൻ്റെ ഔലിയാക്കൾക്കുണ്ട്. അതിനോട് സഹാബിയല്ല ഔലിയാക്കളുള്ളത്. അങ്ങനെയാ പണ്ടും പഠിച്ചാൽ തിരിച്ചുപോയാ ഒന്നങ്ങ് തിരുത്തിട്ട് സഹാബികളെ ഔലിയല്ലാന്ന് മനസ്സിലാക്കിയാളുണ്ട്. ഉസ്താദ് പറയുന്നത് സഹാബികളിൽ ഔലിയാന്ന്, നമ്മേത് എടുക്കണം ഒന്നും തിരിയുന്നില്ല പണ്ട് ചോദിച്ചേ. അപ്പൊ ഔലിയാന്ന് മനസ്സിലാക്കിയത് പരീക്ഷകളൊക്കെ മാത്രം പോലും. വഅന്നൽ അംറ കുല്ലഹു ലില്ലാഹി എന്നല്ല പറഞ്ഞത്. മാ ഖുതിൽന, ഇത് ലൗന്റെ ജവാബാണ്. മാ ഖുതിൽന ഹാഹുന, ഇവിടെ കൊല്ലപ്പെടൂല. മാ ഖുതില മൻ ഖുതില, അതായത് ഇവര് കൊല്ലപ്പെട്ടിട്ടില്ലല്ലോ. കൊല്ലപ്പെട്ടെങ്കിൽ പിന്നെ പറയുന്നത് പരസ്യം പറയല്. മാ ഖുതിൽന എന്ന് പറഞ്ഞത് ഇവരല്ല കൊല്ലപ്പെട്ടത്, ഇവരെ കൂട്ടത്തിൽപ്പെട്ടാണ് കൊല്ലപ്പെട്ടത്. മാ ഖുതില മൻ ഖുതില മിന്ന, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കൊല്ലപ്പെട്ട ആൾ കൊല്ലപ്പെടുകയില്ല. ഫി ഹാദിഹിൽ മാറക, ഈ യുദ്ധത്തിൽ. അപ്പോൾ ഏതാ താലി മുഖദ്ദമാന്ന് ലൗകാനലന, താലി ഏതാ ഇവിടെ മാ ഖുതിൽനാന്ന്. അപ്പൊ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അരി പറയുന്ന ആളല്ല കൊല്ലപ്പെട്ടവരുടെ ഇവരെ കൂട്ടത്തിൽ നിന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അള്ളാന്റെ സഹായം വാഗ്ദാനം ഒന്നുകൂടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നൊന്നു. താലിബാത്തില എന്താക്കും, മുഖദ്ദമാത്തിലാകും. വലൗ കാന ലനാ ഇഖ്തിയാറുൻ ഫിൽ ഖുറൂജി വതദ്ബീർ, നമുക്ക് യുദ്ധത്തിലേക്ക് പുറപ്പെടലിന് ഈ ഇഖ്തിയാറും തദ്ബീറും ഉണ്ടായിരുന്നുവെങ്കിൽ ലം നബ്റഹ് കമാ കാന റഅയു ഇബ്നു ഉബയ്യൻ, ആ മുനാഫിഖിൻ തലവനില്ലേ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പോലെ നമ്മൾ പുറപ്പെടാതിരിക്കുമായിരുന്നു. അതെ, നമ്മൾ സഹായം കിട്ടുമെന്ന് വെച്ചിട്ടാണ് വന്നത്. ഇങ്ങനെ സഹായം ഒന്നില്ലായിരുന്നുവെങ്കിൽ അബ്ദുള്ളാന്റെ അപ്പം നമുക്ക് മടങ്ങാമായിരുന്നു എന്നാ പറയുന്നത്. ആ കുറെ മടങ്ങിയിട്ടുണ്ട്. അതാണ് വഗൈരി. നബിയെ പറയണം, യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം തക്ദീബൻ ലഹും, അവരെ കളവാക്കിക്കൊണ്ടാണ് പറയുന്നത്. വഇബ്താലൻ ലിമുആമലതിഹിം, അവരെ മുആമലനെ ബാത്തിലാക്കിക്കൊണ്ട് പറയുക. ലൗ കുൻതും ഫീ ബുയൂതികും ലബറസല്ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു ഇലാ മളാജിഇഹിം എന്ന്. നിങ്ങൾ പുറത്ത് തന്നെ ഇരുന്ന്, എന്നിരുന്നാലും ഇവിടെ വെച്ച് കൊല്ലപ്പെടേണ്ടതാണ് അള്ളാഹുവിൻ്റെ തീരുമാനമെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട ചെയ്യും. എവിടെ വെച്ചാണോ മരിക്കേണ്ടത്, ഏത് സമയത്താണോ മരിക്കേണ്ടത്, ആ തീരുമാനത്തിലേക്ക് ഓൻ എത്തിച്ചേരും.
അത് അട്ടത്ത് വിളിച്ചാലും വരും. ദലൗകുന്തും ഫീ ബുയൂത്തിക്കും, നിങ്ങളെ യുദ്ധത്തിന് പുറപ്പെടാതെ വീട്ടിൽ തന്നെ ഇരുന്ന്, ഐ ലൗലം തഖ്റുജു ഇലാ ഉഹദിൻ, എന്നിട്ടോ വഖഅത്തും ബിൽ മദീന, മദീനയിൽ തന്നെ ഇരുന്ന്, കമാ തഖൂലു, നിങ്ങൾ പറയുന്ന പോലെ, എന്നാലും ലബറസല്ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു, കൊല്ലപ്പെടൽ അല്ലാഹു തആലാന്റെ റെക്കോർഡിലുള്ളവരുണ്ടല്ലോ, അവിടെ ലൗഹുൽ മഹ്ഫൂദിൽ ഇന്ന ആളെ ഇന്ന സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെടും എന്നുള്ള തീരുമാനം ഉണ്ടെങ്കിൽ അതേ സമയത്ത് അവർ അവിടെ എത്തിച്ചേരുക തന്നെ. ഇലാ മളാജിഇഹിം, അവരെ കൊല്ലപ്പെടേണ്ടുന്നവർ കിടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, കൊന്നു കിടക്കുന്ന സ്ഥലം, അവിടത്തേക്ക് എത്തും. അപ്പോൾ മരണത്തിനെ തൊട്ട് ഓടി രക്ഷപ്പെടാനാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് രക്ഷമാർഗമൊന്നുമല്ല. അപ്പം അതുകൊണ്ടല്ല ഇത് നടന്നത്, ഇതുകൊണ്ടല്ല ഇത് നടന്നത് എന്ന് പറഞ്ഞതിന് അർത്ഥമൊന്നുമില്ല. മനാജിഅത ഇലാ മസാരിഇഹിം അല്ലത്തി ഖദ്ദറഹു അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച ആ കൊല്ലപ്പെടേണ്ടുന്ന സ്ഥലത്തേക്ക്. എന്നിട്ടോ ഖുതിലൂഹുന കൽബത്ത, അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെടുകയും ചെയ്യും. അപ്പം മരണത്തിനെ പേടിച്ചിട്ട് പിറക്കുന്നുണ്ട് കാര്യമില്ല. വലം തൻഫഅൽ അസീമത്തു അലൽ ഇഖാമത്തി ബിൽ മദീന, മദീനയിൽ തന്നെ താമസിക്കാമെന്നുള്ള തീരുമാനം നിങ്ങൾക്ക് ഉപകാരത്തിനെത്തൂല, തീരെ എത്തൂല. അതുകൊണ്ട് ഫഇന്ന ഖളാ അല്ലാഹി ലാ യുറദ്ദു, അല്ലാഹുവിൻ്റെ ഖളാ തട്ടപ്പെടൂല, വഹ്കുമുഹു ലാ യുഅഖബ്, അവൻ്റെ തീരുമാനം എന്താവൂല, ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യില്ല. ഇനി വലിയബ്തലിയല്ലാഹു മാ ഫീ സുദൂരിക്കും എന്ന് പറഞ്ഞില്ലേ, ഈ വലിയബ്തലിയ എന്തുമല, ഈ തഅലീൽ എന്തുമല അത്ഫ് ബാബുണ്ടല്ലോ അവിടെ, അതാ ഇല്ലത്തുൻ ലിഫിഇലിൻ മുഖദ്ദറിൻ ഖബ്ലഹ, അതിൻ്റെ മുമ്പ് ഒരു മുഖദ്ദറായ ഫീല് സങ്കല്പിക്കുക, അതിനെ ഇല്ലത്താണ്. ഇത് വലിയ ബത്തലിയൻ അത്ഫാക്കണ്ടേ, അത് കഅന്നഹു ഖില ഫഅല മാ ഫഅല, അല്ലാഹു തആല ചെയ്തതെല്ലാം ചെയ്തത് ലിമസാലിഹ ജമ്മ, ഒരുപാട് മസ്ലഹത്തിന് വേണ്ടിയാണ് എന്ന് സങ്കല്പിച്ചിട്ട്, അതാണ് അതിൻ്റെ അസ്ലില്ലത്ത്. വലിയ ബത്തലിയ, നിങ്ങളെ പരീക്ഷിക്കാൻ. അപ്പോൾ മുമ്പേ പറയണ്ടല്ലോ, അള്ളാഹ്ക്കത്തെ പരീക്ഷിച്ചറിയേണ്ട ആവശ്യം ലാഹിറും ബാത്തിനും നേരത്തെ തന്നെ അല്ലാഹു തആലക്ക് അറിയാലോ. എന്നുവെച്ചാൽ പരീക്ഷിക്കുന്നവന്റെ മുആമലയാണ് ഇവിടെ ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കല്ലേ ഒന്നുവിൻ്റെ പൊറലത്തരാന്ന്, ശരിക്കും ഒന്നുവിൻ്റെ പൊറലമല്ലൊക്കെ അറിഞ്ഞില്ലേ? അല്ല, അധികാർക്കും അറിഞ്ഞിരിക്കുമല്ലോ, ചിലർക്കറിയില്ലെങ്കിലും. നെറ്റിക്ക് തടസ്സം ചോദിച്ചാൽ എന്താ ഇങ്ങനെ, ഞാൻ പണ്ടേ അങ്ങനെയാണ്. അപ്പോൾ ആർക്കും ജമാഅത്ത് നിസ്കാരം ഒന്നുമില്ല എന്നർത്ഥം. ഈ കിരീടാനിക്കും കൂടാ, ഞാൻ പണ്ടേ അങ്ങനെ ചെയ്യുന്ന. അതാണ് കണ്ട, പരീക്ഷിച്ചറിയുന്ന ഒരുത്തൻ്റെ മുആമല പോലെ മുആമല ചെയ്യുന്നതിൻ്റെ വേല. എന്തിനാ മാഫി സുദൂരിക്കും, നിങ്ങളെ മനസ്സിലുള്ള ഒന്ന് എന്താണ്, മിനൽ ഇഖ്ലാസ് ആണോ നിഫാഖാണോ? എന്നിട്ടോ വയുളിഹിറ മാഫിഹ മിനസ് സറാഇർ, രഹസ്യമായി വെച്ച കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി. ഇനി മറ്റൊരു ഇല്ലത്ത് പറഞ്ഞത് അതിനോടത്തിഫ് വലയുമഹിസ മാ ഫീ ഖുലൂബിക്കും, നിങ്ങളെ കൽബിലുള്ള ഒന്നുണ്ടല്ലോ അതെന്താക്കണം, വെളിപ്പെടുത്തണം. അത് മിൻ മഖ്ഫിയാത്തിൽ ഉമൂർ, മറച്ചു വെക്കപ്പെട്ട കാര്യങ്ങളാൽ, അൽമിനൽ ഉമൂറിൽ മഖ്ഫിയാത്തി എന്നുണ്ടാകും. സിഫത്തിന് എന്താക്കി, മൗസൂഫിലേക്ക് ലാഫത്താക്കി. വയക്ഷിഫഹ, അത് വെളിപ്പെടുത്താനും. വല്ലാഹു അലീമും ബിദാത്തിസ് സുദൂർ. അപ്പം ഇങ്ങനെ എന്തൊക്കെ നടത്തിയിട്ട് പരീക്ഷണത്തിൽ കൂടി അറിയൽ വേണ്ടത് അല്ലാഹു തആലക്ക് ആവശ്യമില്ല, ആ മുആമലയാണത്. അതിനെന്താക്കി, ആ ധാരണ തിരുത്താൻ വേണ്ടി എന്ന് പറഞ്ഞ് പരീക്ഷിച്ചാലോ പരീക്ഷിച്ചിട്ടില്ലെങ്കിലും മാഫിസ് സുദൂർ അല്ലാഹ് അറിയുന്നത് തന്നെയാണ്. അതാ വല്ലാഹു അലീമും ബിദാത്തിസ് സുദൂർ, ഐ സറായിർ അറിയാ ലമായിർ അറിയാം. അത് സുദൂറിൻ്റെ അർത്ഥമാണ് സറായിർ ലമായിർ, ബാത്തിനുള്ള കാര്യം. അത് തീർന്ന് ഇന്നല്ലദീന തവല്ലൗ മിൻകും യൗമൽ തഖൽ ജംആനി ഇന്നമ ഇസ്തദല്ലഹുമുശ് ശൈത്വാനു ബിബഅദി മാ കസബൂ. അതാ നിങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവരും, തവല്ലൗ മിൻകും എപ്പോൾ, യൗമൽ തഖൽ ജംആനി, രണ്ട് ജംഅ് പരസ്പരം ഒരുമിച്ച് കൂടിയ അവസരം. ഏതാണ്? ഒന്ന് ഒരു ഭാഗത്ത് മുസ്ലിമീങ്ങൾ, ഒരു ഭാഗത്ത് കുഫാറുകൾ. ആരെപ്പറ്റിയാണ് ഇന്നല്ലദീന പറഞ്ഞത്? വഹുമുല്ലദീന ഇൻഹസമൂ യൗമ ഉഹദിൻ, ഉഹദിൻ്റെ ദിവസം പരാജിതരായി പോയ വിഭാഗത്തിനെ പറ്റിയാണ് പറയുന്നത്. ഒരു കൂട്ടർ നീരെ പങ്കെടുക്കാണ്ട് പോയി, അവരെ പറ്റി എല്ലാവരുടെ ചർച്ച.
അവർ ഷൈത്വാന് അവരെന്താക്കി പിന്തിരിപ്പിച്ചതാണ്. അതാ ഇന്നമിട്ടാ പറഞ്ഞത്. ആ ഇസ്തിദ്ലാൽ എന്നുള്ളത് ശൈത്താനെ വെക്കുന്നത് തന്നെയാണ്. എന്തുകൊണ്ട് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനക്ക് അറിഞ്ഞോ അറിയാതെയോ എന്തായിപ്പോയിട്ടുണ്ട്, ഒരു ചെറിയൊരു മുഖാലഫത്ത് വന്നപ്പോൾ ആ ചാൻസ് നോക്കിയിട്ട് കയറി. അവർ തൽക്കാലം പരാജിതരാവാനുള്ള സബബ് എന്താണ്? നിങ്ങളെന്താക്കണം, ഇളക്കിവിടെ നിന്ന സ്ഥലത്ത്. അപ്പൊ അതിന് തലബ എന്ന് പറഞ്ഞാൽ ഇസ്തിദ്ലാൽ എന്നുള്ള ഇസ്തിഫ്ആൽ ബാബാണല്ലോ, ആ തലബിന്റെ മാന കൊടുത്തത്. ആ ജലലുണ്ടാവലിലേക്ക് അവനെന്താക്കി, നിങ്ങൾ ക്ഷണിച്ച്. എന്തുകൊണ്ടാണ് ക്ഷണിക്കാൻ കാരണം? ബിബാദി മാ കസബോ, അവർ ചെയ്ത ചെറിയൊരു പ്രശ്നത്തിന് വേണ്ടി. അപ്പൊ വലിയ പ്രശ്നം എന്തായിരിക്കും ഇവിടെ? ആ ചെറിയൊരു പ്രശ്നം നബിയുമായിട്ടുള്ള കൗലിൽ വന്നപ്പോഴാണ് ശൈത്താൻ അവിടെ കയറി കൂടിയത്. വൽ മആസി, മാ കസബുവിന്റെ ബയാനാണ് ഇത്. മിനൽ ദുനൂബി വൽ മആസി, അതേതാ? അല്ലതി ഹിയ മുഖാലഫത്തു അംരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ കൽപ്പനക്ക് ചെറിയൊരു മുഖാലഫത്ത് വന്നു. അറിഞ്ഞും കൊണ്ട് ചെയ്തു, തങ്ങൾ വാക്കുവാൻ മാനിച്ചില്ല എന്ന് വെക്കാൻ നിവൃത്തിയില്ല. കാരണം അസ്ഹാബിമാർ മഹസൂമിങ്ങൾ എന്നതില്ലെങ്കിലും മഹഫൂദീങ്ങളാണെന്ന് കാര്യം ഉറപ്പാണ്. എന്നിട്ടോ വതർക്കിൽ മർക്കസ്, അവിടെ കേന്ദ്രത്തിൽ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞില്ലേ, അതും. വൽ ഹിർസി അലൽ ഗനീമത്തി, ഗനീമത്തിന്റെ മേൽ ആഗ്രഹം വെച്ചതും. ഗനീമത്ത് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിൽ കൊടുക്കുമല്ലോ, പിന്നെ ഞാൻ വാരാൻ പോണ്ട ആവശ്യം. വൽ ഹയാത്തി, അതുപോലെ ജീവിക്കാൻ. അങ്ങനെ വന്നപ്പോൾ അള്ളാന്റെ വക്കൽ നിന്ന് തഅയീദ് കിട്ടാതെ പോയി. അതുപോലെ ഖുവ്വത്തുൽ ഖൽബി, കൽബിന്റെ ഖുവ്വത്തും കിട്ടാതെ പോയി. കൽബിന്റെ ഖുവ്വത്ത് കിട്ടാണ്ടായാൽ പിന്നെ ഓട്ടമല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല, പോട്ടെ. പക്ഷെ ഇതൊരു തെറ്റായിട്ട് അല്ലാഹു തആല വ്യാഖ്യാനിക്കുന്നില്ല എന്നാ പറഞ്ഞു. വലഖദ് അഫല്ലാഹു അൻഹു, കണ്ടാ, ഇതെല്ലാം അള്ളാഹ് മാപ്പാക്കിയ വിഷയമാണ്. പക്ഷേ അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും ഓർക്കാണ്ടെങ്കിൽ ഗ്ലാസ് താഴേക്ക് വീണ പൊട്ടൽ ഉറപ്പല്ലേ. അത് ഞാൻ അറിഞ്ഞുകൊണ്ടിട്ടല്ല എന്ന് പറഞ്ഞാലും ഗ്ലാസ് പൊട്ടും. മുനാഫിക്കങ്ങൾക്ക് അപ്പൂവ് തൽക്കാലം അന്നെന്ന് പറഞ്ഞ മുനാഫിക്കങ്ങൾക്ക് അപ്പൂവ് 70 വട്ടം ചോദിച്ചാലും കൊടുക്കൂലെന്നും പറഞ്ഞില്ലേ. അവർക്ക് നിഫാഖല്ലേ ഉണ്ട്. ലി സുബൂതിഹിം, അതാ വഅ്തിദാരിഹിം, അവരെന്താക്കി പിന്നീട് ഉറച്ചിരുന്ന്. അതോടൊപ്പം തന്നെ അവർക്ക് തങ്ങളോട് മാപ്പ് പറയുകയും ചെയ്ത്. അപ്പോൾ തൗബ വന്നു. ഇന്നല്ലാഹ ഗഫൂറുൻ ഹലീം, അല്ലാഹു തആല ഗഫൂറാണ്, ഹലീമാണ്. ഹലീമിന്റെ അർത്ഥം എന്താ? ലാ യുആജിലു ബിഉഖൂബത്തിൽ മുദ്നിബി, മുദ്നിബിനെ ശിക്ഷിക്കൽ കൊണ്ട് തിരക്ക് കൂട്ടൂല. എന്തുകൊണ്ട്? അലിയത്തോബം തൗബ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ തിരക്ക് കൂട്ടാണ്ടെന്ന ഒരു അവധി നിശ്ചയിച്ചു കൊടുക്കുന്നത്. വശൈത്വാനു ലാ യഖ്ദിറു അലാ ഇഗ്വാഇൽ മുഖ്ലിസീൻ, മുഖ്ലിസീങ്ങളായവരെ എന്താക്കൂല, പഴിപ്പിക്കാൻ ശൈത്താന് കഴിയൂല. ഈ ബാദിമാ കസബ് ഉള്ളത് കൊണ്ടാണ് ശൈത്താന് കയറാൻ കഴിയുന്നത്. അത് മിൻ അഹ്ലിൽ യഖീനി വന്നൂർ, യഖീനിന്റെ അഹ്ല് കയറാല്. വന്നൂറാനിയീൻ, നൂറിലേക്ക് ചേർത്തില്ല, നൂറാനിയ്യ എന്ന് പറയും. അപ്പൊ നൂറിലേക്ക് ചേർക്കപ്പെട്ടവരെയും എന്താക്കൂല. വമാലം യകുൻ ഫിൽ ഖൽബി ളുൽമത്തുൻ വശൗബത്തുൻ മിനൽ ഹവാ, കൽബിന്റെ അകത്ത് ഒരു ഇരുട്ടും അതുപോലെ തടിഹവാന്റെ ഒരു കലർപ്പും ഇല്ലാത്ത കാലത്തോളം എന്തുകൊണ്ടുണ്ടാകലും ഈ സബബി ഇർത്തികാബിനും ദോഷങ്ങൾ പ്രവർത്തിക്കുന്ന കാരണത്തിന് വേണ്ടിയാണ് എന്തുണ്ടാകല്, കൽബിൽ ളുൽമത്തും ശൗബും മിനൽ ഹവ ഉണ്ടാകല്. അതില്ലായിരുന്നുവെങ്കിൽ ലം യകുൻ ലഹു മജാലുൻ ലിൽ വസ്വസ, വസ്വസത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചാൻസും അവന് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ഫസ്സാലികൂനല്ലദീന നജൗ മിൻ ളുലുമാത്തിൻ നഫ്സ്, നഫ്സിന്റെ ളുലുമാത്തിൽ നിന്ന് രക്ഷപ്പെട്ട സാലികീങ്ങളായ മഹാന്മാർ, ലാ യഖ്ദിറു ശൈത്വാനു അൻ യഖ്റുബ മിൻഹും, ശൈത്താനെ അടുക്കാൻ പോലും കഴിയൂല. ഫാദിലൻ അൻ വസ്വാസ്, എന്നിട്ട് വേണ്ടേ വസ്വാസ് ഉണ്ടാക്കാൻ, വസ്വാസ് ഉണ്ടാക്കാൻ അടുക്കട്ടെ, അടുക്കാൻ പോലും കഴിയൂല. ഖീല റഅൽ ജുനൈദ് റളിയല്ലാഹു അൻഹു കണ്ടു, ഇബ്ലീസിനെ കണ്ട് ഫീ മനാമിഹി, മനാമിലെ കാണുന്നു, ഒരിയാന് വസ്ത്രമില്ലാത്ത ഒരുത്തനായിട്ടേ കണ്ടത്. ഫഖാല അലാ തസ്തഹ്ജി മിനന്നാസ്, എന്താടാ ജനങ്ങളുടെ ഇടയിൽ നാണക്കെടുന്നില്ലേ എന്ന് ചോദിച്ചു.
ഫഖാല ഇബ്ലീസ് പറഞ്ഞു ഹാഉലാഇ നാസുൻ, ഇവരൊക്കെ ജനങ്ങളാണോ? നാസാണോ ഇവരൊക്കെ? എന്ത് നാസ്? നാസ് എന്ന് പറഞ്ഞ വേറെ ആളുണ്ട്, അതിവിടെ ഇല്ല. എന്താ? അന്നാസു അഖ്വാമുൻ ഫിൽ മസ്ജിദി, ഇത് മുമ്പ് കഴിഞ്ഞിട്ട് കിസ്സ. അതാ നാസ് എന്ന് പറയാവുന്ന പള്ളിയിലുണ്ട്. അഫനു ജസദി, അവരാണ് എൻ്റെ ജസദിനെ ഇല്ലായ്മ ചെയ്തത്. ഇബ്ലീസിന് അടുക്കാൻ കഴിയാത്തതുകൊണ്ട് തിന്നാനും കിട്ടൂല, കുടിക്കാനും കിട്ടൂല, ആകെ പരാജയമായിട്ട്. വഹറഖു കബിദി, എൻ്റെ കരളിനെ അവർ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്. കാല ജുനൈദ് പറയുന്ന അക്കൂട്ടർന്ന് കാണണ്ടേ. ഫലമ്മന്തബഹത്തു, ഞാൻ ഉണർന്നപ്പോൾ ഗദൗതു ഇലൽ മസ്ജിദ്, രാവിലെ തന്നെ പള്ളിയിലേക്ക് പോയി നോക്കി. ആരാ നീ ശൈത്താനെ കരിച്ചു കളയുന്ന ആളുള്ളത്? ഫറായിതു ജമാഅത്തൻ, ഒരു ജമാഅത്തിനെ കാണുന്നു. വദഉ റൂസഹും, അവരെ തലകൾ വെച്ചിട്ടുണ്ട്. അലാ റുകബിഹിം, മുട്ടിൻ്റെ മേലെ കുമ്പിട്ടിട്ട്. മുതഫക്കിരീൻ, അവർ തഫക്കുറിലാണ്. തഫക്കുർ എന്ന് പറഞ്ഞാൽ ടെൻഷനും നട്ടം വെച്ചക്കല്ല. ഫമാ റഅൗനി, അവരെന്നെ കാണുന്നില്ല. ഫലമ്മാ റഅൗനി, എന്നെ കണ്ടപ്പോൾ ഖാലു ലാ യഗുറന്നക ഹദീസുൽ ഖബീസ്, ഒരു ഖബീസ് നിങ്ങളോട് എന്തോ വിഷം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടൊന്നും ചതിപ്പെട്ടു വല്ലേ. അപ്പം ഇവരും വലിയ അമ്മമാരായി. ഖബീസാണ് ഇബ്ലീസ്. അതായത് നമ്മളാണ് ഇബ്ലീസിനെ എന്താക്കിയത്. അത് فإذا تنور القلب بنور المعرفة, മഅരിഫത്തിന്റെ നൂറ് കൊണ്ട് കൽബ് പ്രകാശിച്ചാൽ ലാ യഹൂമു ഹൗലഹു, ആ കൽബിന്റെ ചുറ്റും നടക്കൂല, കറങ്ങൂല. ബിൽ വസ്വസത്തി, വസ്വസത്ത് കൊണ്ട് ശൈത്വാൻ നടക്കൂല. ഇത് നാരിയ ശൈത്വാൻ, നാറുകൊണ്ടല്ല അവനെ സൃഷ്ടിച്ചത്. وعن نبي سعيد الخراز رضي الله عنه قال رأيت إبليس في المنام, ഇബ്ലീസിനെ മനാമിൽ കണ്ട്. ഫഅഖദതു അസായ, ഞാനെന്താക്കി വടിയും എടുത്ത് ലിയദ്രിബഹു, അവനെ അടിക്കാൻ. ഫഖീല ലി, എന്നോട് പറയപ്പെട്ട് ഈ അടി കൊണ്ടൊന്നും ഓന് കേശൂല. ഇന്നഹു ലാ യഫ്സഉ മിൻ ഹാദാ, നിങ്ങളുടെ വടിയെടുത്തടിച്ചാലൊന്നും ശൈത്താനെ വലിക്കൂല. ഇന്നമാ യഖാഫു മിൻ നൂരി യകൂനു ഫിൽ ഖൽബ്, കൽബിൻ്റെ അകത്തുള്ള ഒരു നൂറാണ് അവൻ പഠിക്കും. ആ നൂറിനെയാണ് അവൻ പഠിക്കുക. കൽബിൻ്റെ അകത്തൊരു നൂറ് വേണം, അതാണ് തീർന്നത്. ഖാല ഹുജ്ജത്തുൽ ഇസ്ലാമിൽ ഇമാം അൽ ഖസാലി റളിയല്ലാഹു അൻഹു ഹിജായിൽ പറഞ്ഞു, ഹുകിയ അന്ന ഇബ്ലീസ ബസ്സ ജുനൂദഹു, ഇബ്ലീസ് അവൻ്റെ സൈന്യങ്ങളെ മുഴുവനും വിന്യസിക്കുക എന്ന് പറയും. പല നാട്ടിലും പല ഡ്യൂട്ടിക്കും അയച്ചു. അതിന് കാലം ഈ വഖത്തി സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത്. ഫറജഉ ഇലൈഹി മഖ്സൂരീൻ, എല്ലാവരും ഡ്യൂട്ടി ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മടങ്ങി വന്നു ഹസ്രീങ്ങളെ. സ്വഹാബത്തിൻ്റെ കാലമാണ്. ഫഖാല, ഇബ്ലീസ് ചോദിക്കുന്ന മാശാനുക്ക് എന്താ, നിങ്ങൾക്ക് പണിയൊന്നും കിട്ടിയിട്ടില്ലേ? ഖാലൂ മാ റഅയ്നാ മിസ്ല ഹൗലായി, ഈ അസ്ഹാബിമാരെ പോലത്ത ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ അവരുടെ വക്കന്ന് നമുക്കൊന്ന് കരസ്ഥമാക്കാനും കഴിഞ്ഞിട്ടില്ല. വക്കത്ത് അത്താബുന, മാത്രമല്ല അവർ നമ്മളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഫഖാല, അപ്പം പറഞ്ഞ് അലി ഇബ്ലീസ പറയുന്നത്, ഇന്നക്കും ലാ തഖ്ദിറൂന അലൈഹിം, അവരുടെ മേലിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂല. എന്താ കാരണം? വഖദ് സഹിബൂ നബിയ്യഹും സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളോട് അവർ സ്വഹബത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം തങ്ങളവിടെ ഉണ്ടായിരിക്കാൻ എന്താകൂല, ശൈത്താൻ എടുക്കാൻ കഴിയൂല. വശഹിദു നുസൂലൽ വഹ്യി, വഹ്യിൻ്റെ നുസൂലിന് അവർ സാക്ഷികളായിട്ടുമുണ്ട്. ഇനി കുറച്ച് കാത്തിരിക്കുക, ഇതിന് ശേഷം കുറേ ആൾ വരുന്നുണ്ട്, ആളെ പിടിക്കാം. വലാകിൻ സയഅതി ബഅദഹും ഖൗമുൻ തനാലൂന മിൻഹും ഹാജതക്കും, ഒരു ഖൗമ് വരുന്നുണ്ട്, അവരുടെ വക്കൽ നിന്ന് നിങ്ങളെ ഹാജത്ത് എല്ലാം കിട്ടും. ഫലമ്മാ ജാഅത് താബിഊന, താബിഈങ്ങളുടെ കാലം വന്നു. റളിയല്ലാഹു അൻഹും ബസ്സ ജുനൂദഹു, അവിടെ എന്താക്കി, സൈന്യത്തിന് അയച്ചല്ല. ഫറജഉ ഇലൈഹി മുൻകസിരീൻ, അവരും മുൻകസിരീങ്ങളായിട്ട് മടങ്ങി വന്നു. ഫഖാലു മാ റഅയ്നാ അജബ മിൻ ഹൗലാഇ, അവരെ കാൾ ആജബായ ഒരു കൂട്ടം നാം കണ്ടിട്ടില്ല. ശൈത്താന്മാരാ പറയുന്നു. നുസീബുഹുമു ശൈഉ മിൻഹുമു ശൈഉ ബഅദ ശൈഇ മിനദ് ദുനൂബ്, അതാ അവരുടെ വക്കലിന് ശൈഇ ബഅദ ശൈഇ മിനദ് ദുനൂബ്, ദുനൂബിനാലെന്താക്കും, ചെറിയ കാര്യങ്ങളൊക്കെ എത്തിച്ചാൽ ഉടനെ അവരുണ്ടാക്കും ഇസ്തിഗ്ഫാറും തൗബയും ചെയ്തിട്ട് മായ്ച്ചു കളയും.
അപ്പോൾ ശൈത്താൻ്റെ ആണെന്ന് പറഞ്ഞില്ലേ. ഫൈദ ആന ആഖിറുൻ നഹാർ, പകലിൻ്റെ അവസാനം എത്തിയാൽ അഖദു ഫിൽ ഇസ്തിഗ്ഫാർ, അവർ ഇസ്തിഗ്ഫാർ ചെല്ലാൻ തുടങ്ങി. ഫതുബദ്ദലു സയ്യിആതുഹും ഹസനാതുഹും, അവരുടെ ദോഷങ്ങളെല്ലാം ഹസനത്തായിട്ട് മറിക്കപ്പെടുകയുണ്ടായിരുന്നു. ഫഖാല, എന്നിട്ട് ഇബ്ലീസ് പറയുന്നു, ഇന്നകും ലം തനാലു മിൻ ഹൗലാഇ ശൈആ, ആ താബിഈങ്ങളുടെ വക്കൽ നിന്നും നിങ്ങൾക്കൊന്നും കിട്ടൂല. അതുകൊണ്ട് ലിസഹത്തി തൗഹീദിഹിം, അവരുടെ തൗഹീദ് അവർ വളരെ സഹിഹാണ്, കുറച്ചപ്പുറം കൊച്ചിപ്പുറമൊന്നുമില്ല, ചോറുകടിയും കൂറുകടിയും അങ്ങനത്തെ തൗഹീദില്ലവർക്ക്. വത്തിബാഇഹിം ലിസുന്നത്തി നബിയിഹിം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ സുന്നത്തിനെ അവർ മുറുകെ പിടിച്ച കാരണത്താൽ. ഇനി പേട്ടെ കുറച്ചും കൂടെ കാത്തിരിക്കാം. വലാകിൻ സയഅതി ബഅദ ഹഉലാഇ ഖൗമുൻ, ഒരു ഖൗം വരാനുണ്ട്, തഖറു അയ്യുനുകും ബിഹിം, അവരെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാം, കണ്ണ് കുളിർക്കുന്ന കാര്യമെല്ലാം കിട്ടുമെന്നാണ് പറഞ്ഞത്. തൽഅബൂന ബിഹിം, അവരെ കൊണ്ട് നിങ്ങൾക്ക് കളിക്കാം, ലഅബൻ, നല്ല കളി കളിക്കാൻ കഴിയും. വതഖൂലൂനഹും ബിഅസിമ്മത്തി അഹ്വാഇഹിം, അവരുടെ തടിഹവയാകുന്ന മൂക്കുകാരുണ്ടല്ലോ, സിമാം എന്ന മൂക്കിനിട്ട കാര്യം, എന്തിന് കടിഞ്ഞാന്ന് പറയാം, അത് ഉപയോഗിച്ചിട്ട് കൈഫശത്തും നിങ്ങൾ ഇഷ്ടം പോലെ എന്താ ഉദ്ദേശിച്ചത് അവർ കളിക്കാം. എന്തുകൊണ്ട്? ലാ യസ്തഗ്ഫിറൂന, അവർ ഇസ്തിഗ്ഫാർ ചൊല്ലൂല. ദോഷം ചെയ്യില്ലെന്ന് പറയണ്ടില്ലല്ലോ, ദോഷം ചെയ്യുമെന്നും പറയേണ്ട ആവശ്യമില്ല. മറ്റേതൊക്കെ ചില്ലറ ചില്ലറ ദോഷങ്ങൾ നമ്മൾ എടുക്കും, പക്ഷേ എന്നിട്ട് വേണ്ടേ യഗ്ഫറലഹും, അവർക്ക് മഗ്ഫിറത്ത് കിട്ടാൻ. വലാ യതൂബൂന, അവർ തൗബയും ചെയ്യൂല. എന്തെങ്കിലല്ലേ ഫതുബദ്ദല സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ സയ്യിആത്ത് ഹസനത്തായി മറിക്കപ്പെടുള്ളൂ. ഖാല ഫജാഅ ഖൗമുൻ ബഅദൽ ഖുറൂനിൽ ഊല, ഖാല എന്ന് ഇമാം പറഞ്ഞു, ഫജാഅ ഖൗമുൻ ബഅദൽ ഖുറൂനിൽ ഊല, ഒന്നാമത്തെ കർണുകൾക്ക് ശേഷം വന്ന്, ഇപ്പൊ ഖൈറുൽ ഖുറൂനല്ലേ തണ്ട് പോയി. ഫബസ്ത ഫീഹിമുൽ ഹവാ, അവർ തടിഹവ അവരെന്താക്കി അതിൽ അവർ കൂട്ടത്തിൽ. വസയ്യന ലഹുമുൽ ബിദ്ഉ, ബിദ്അത്തുകൾ അവർക്ക് ഭംഗിയുള്ളതായി തോന്നുന്നു. ഇതല്ലേ ഇവിടെ, ഇതല്ലേ ഫാഷനൊക്കെ ഉള്ളൂ എന്നാണ് ബിദ്അത്തുകൾ. ഫസ്തഹല്ലൂഹാ, അവർ അതിനെന്താക്കി ഹലാലാക്കി. വത്തഖദൂഹാ ദീനൻ, അതാണ് ദീനായിട്ട് കൊണ്ടു നടന്നത്, ഇവർ കെട്ടിയുണ്ടാക്കിയതൊക്കെ. ലാ യസ്തഗ്ഫിറൂന മിൻഹാ, അതിൽ നിന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലൂലല്ലോ, കാരണം നല്ലതാന്ന് മനസ്സിലാക്കി പിന്നെ ഇസ്തിഗ്ഫാർ എന്തിന്. വലാ യതൂബൂന മിൻഹാ, അതിൽ നിന്ന് തൗബയും ചെയ്യൂല. ഫസല്ലത ഇബ്ലീസു അലൈഹിമുൽ അഅദാഅ, അതുകൊണ്ട് ഇബ്ലീസ് അവരുടെ മേൽ അഅദാക്കളെ അയച്ചു കൊടുത്ത്. വഖാദൂഹും ഹൈസു ശാഉ, അവർ ഉദ്ദേശിച്ച ഭാഗത്തെല്ലാം അവർ വലിച്ചു കൊണ്ടുപോയി. അതാണ് തീർന്നത്. ഇനി പുതിയ വിഷയം, യുദ്ധത്തിൻ്റെ പിന്തിരിപ്പിച്ച പറയ കൂട്ടുണ്ടെന്നാണ് വല്ലാതും പറഞ്ഞു. അതാ يا أيها الذين آمنوا لا تكونوا كالذين كفروا وقالوا لإخوانهم إذا ضربوا في الأرض أو كانوا غزا لو كانوا عندنا ما ماتوا وما قتلوا. മുഅ്മിനീങ്ങൾ ഒരു കൂട്ടരെ പോലെ ആകാൻ പാടില്ല. ലാ തകൂനു, ഏതാ കൂട്ടർ? കല്ലദീന കഫറു, അവർ സ്വയം കാഫിറായി, അവർ കാഫിറായിട്ടുണ്ട്. ആരാണത്? വഹുമുൽ മുനാഫിഖൂന, മുനാഫിഖീങ്ങളാണത്. മുനാഫിഖ് കുഫ്റാ, കുഫറിനാക്കാണ് കടുപ്പമെന്നാണ്. അല്ല, ഓരോ ധാരണ തെറ്റിപ്പോണ്ടേ. ഈ പഴയ ധാരണകൾ അട്ടിയായിട്ട് വന്ന് തിരുത്തലാന്ന് ഇന്ന് താലീമിന്റെ മേഖല ഏറ്റവും വലിയ പ്രതിബന്ധമൊന്നല്ലേ. ഈ 1000 കൊല്ലം മുമ്പാ പറയുന്നത്. അത് പൊളിച്ചാളി നമുക്ക് പിന്നെ ഒരമ്പാടെ തീർന്നില്ലേ. പിന്നെ പുതിയ പഠിപ്പിക്കലപ്പോ, കാരണം ഇവിടെ നിന്ന് പഠിപ്പിച്ച് കഴിഞ്ഞാൽ അപ്പുറം നോക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞതിനെതിരെ അവിടെ കാണുന്ന ജംഹൂറും 99%. അപ്പൊ 99 നല്ലത്, ഉസ്താദ് പറഞ്ഞ ഒറ്റപ്പെട്ട ഒന്നാ നല്ലത് നല്ല ചിന്തിക്കുന്നു. അല്ലേ? അക്കാലത്ത് 1000 കൊല്ലം കഴിഞ്ഞ് എന്താ പറയുന്നത്? ഇൽമ പഠിപ്പിക്കാൻ ഇന്ന് ഏറ്റവും വലിയ പ്രതിബന്ധം എന്താന്ന് പണ്ടും പണ്ടേയുള്ള ചില തട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. അത് ആദ്യം തന്നെ അത് കയറുന്നതിന് മുമ്പ് കൊടുത്തിരുന്നെങ്കിൽ ശരിയാവും. അപ്പൊ ആ കഫറുവാണ്. അവരാരാണ്? മുമ്പ് ലൗകാനെല്ലാം ചെയ്യുന്ന തങ്ങളോട് എതിർത്ത് ചോദിച്ചില്ലേ? അന്ന് പറഞ്ഞ പോലെ വല്ലതും ഇവിടെ നടക്കുമെങ്കിൽ നമ്മ തോറ്റോടണ്ടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? ആ കൂട്ടറാണ്.
അതാ ലൗകാന ലനാ മിനൽ അംരി ശൈഉം മാ ഖുതിൽനാ ഹാഹുനാ എന്ന് പറഞ്ഞ കൂട്ടർ. എന്നിട്ടോ കല്ലദീന കഫറൂന്റെ കഫറൂന്റെ അത്തഫാണ് വഖാലൂലി ഇഖ്വാനിഹിം, ഇഖ്വാനികളോട് പറയുകയും ചെയ്തു. സ്വന്തം കാഫറായെന്ന് മാത്രമല്ല ഇഖ്വാനികളോട് പറഞ്ഞു. അല്ല ലിഅജ്ലി ഇഖ്വാനിഹിം വഫീ ഹഖ്ഹിം ഒമാനൽ. അന്നം ചോദിക്കും ഇവരെങ്ങനെ ഇഖ്വാനികളായിരുന്നു? യുദ്ധത്തിന് പോകുന്ന ആള് മുഖ്ലിസുകളായിരിക്കില്ലേ, പിന്നെ എങ്ങനെ മുനാഫിഖുകൾ ഇഖ്വാനായി? മതം തന്നെ മാറിയില്ലേ. അത് മാത്രമേ ഉള്ളൂ, ഒരു ഇത്തിഫാക്ക് മാത്രം. മുനാഫിഖുകൾക്ക് ലാഹിറൊന്നും കൊണ്ടുപോകണം അന്നലക്ക്. ആ ബാത്തിന് എന്തില്ല, ഇഖ്വാനികളൊന്നുമല്ല. എപ്പോഴാ പറയല്? ഇദാ ലറബൂ ഫിൽ അർദ്, ഈ ഇഖ്വാനികള് യാത്ര ചെയ്താൽ സാഫറൂ ഫീഹാ, എന്നിട്ടോ വഅബ്അദൂ ലിത്തിജാറ, കച്ചവടത്തിന് വേണ്ടി നാട് വിട്ടുപോയി, വസായിൽ മഹാമി, പ്രധാനപ്പെട്ട വേറെ കാര്യങ്ങൾക്കൊക്കെ നാട് വിട്ടു പോകുമ്പോൾ എന്നിട്ട് ഫമാതു ഫീ സഫരിഹിം, അവരെ സഫറിൽ വെച്ച് മരിച്ചു. ഈ പാപങ്ങൾ എന്തിനിപ്പോൾ അവിടെ പോയി പലക്കന്നെ എന്നാ മരണമില്ലായിരുന്നു? മുമ്പ് പറഞ്ഞില്ലേ, മദീനത്ത് തന്നെ അട്ടത്ത് കയറി ഒളിച്ചാൽ യുദ്ധക്കളത്തിൽ മരിക്കണ്ടാന്ന്. അതന്നെ ഇവിടെയും പറയുന്നു. അപ്പം അള്ളാഹുവിൻ്റെ കഥായിലൊന്നുമില്ല, ഒന്നുമില്ല. അപ്പം ഓടി രക്ഷപ്പെട്ടാലും മാളത്തിൽ പോയി ഒളിച്ചാലൊക്കെ രക്ഷ കിട്ടുമെന്നാണ് തോന്നിയിരുന്നു. അത് ആദ്യ വിഭാഗം ഒളിച്ചെന്നല്ലോ, കാറ്റടിച്ചില്ലേ, സമയലയാലി സമാനത്തെ അയ്യാമ എന്ന് കാറ്റടിച്ചപ്പോൾ കാട്ടിൽ രക്ഷപ്പെടാൻ വേണ്ടി കുറേ മാളങ്ങളും കോഴി കയറി. ഇനി കാറ്റ് ഇങ്ങോട്ട് കയറില്ല. അതെന്താക്കി അവിടെ പുറത്ത് വെച്ചിട്ട് കാറ്റെ തന്നെ വീച്ച് എല്ലാം കൊന്നു. അതാ ഒരു കൂട്ടത്. ആവുക്കാനു അല്ലെങ്കിൽ ഇഖ്വാനിങ്ങളുണ്ടല്ല, ഈ പറയപ്പെട്ട ഇഖ്വാനിങ്ങൾ ഒന്നുകൊന്ന് യാത്ര പോയി. അതുമല്ലെങ്കിലോ ഗുസ്സൻ എന്ന് പറഞ്ഞാലോ യുദ്ധത്തിൽ സുജ്ജദ് എന്ന് പറയും പോലെ സാജിദിന്റെ ജമ്മാണല്ലോ സുജ്ജദ്. ഇദാ ഖറജു ഇലൽ ഗസ്ബി, യുദ്ധത്തിലേക്ക് പോയിട്ട് ഫഖത്തിലു, കൊല്ലപ്പെട്ടു. ഇവരെന്തിനിപ്പോൾ യുദ്ധത്തിന് പോയി പലക്കൻ നിന്നാ കൊല്ലപ്പെടൂലല്ലോ. അത് അന്ന് മറുപടി കൊടുത്തല്ലോ, യുദ്ധക്കളത്തിൽ വെച്ച് ഇന്ന സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെടണമെന്ന് തീരുമാനിച്ച കൂട്ടറാണെങ്കിൽ അവിടത്തേക്ക് എത്തും. അതാ അവരെന്താ പറഞ്ഞെന്നറിയോ? ലൗകാനോ എങ്കന മാമാത്തു വമാക്കുത്തിലോ. ഇതാണ് ആര്? മക്കാലൂന്റെ മക്കൂല് കൊണ്ടേ മക്കൂല് ലഹു പറഞ്ഞ് രണ്ട് കൂട്ടർ. ആര്? ഒന്ന് യാത്രാവശ്യത്തിന് പുറപ്പെട്ട് യാത്ര പോയി മരിക്കും വെച്ച്, മറ്റൊന്നോ യുദ്ധക്കളത്തിലേക്ക് പോയി അവിടെ വെച്ചു ഷഹീദായി. അവരോട് പറയും ലൗകാനു ഇന്ധനാ, നമ്മൾക്ക് തന്നെ ഓർ കൂടിയെങ്കിൽ എന്നങ്ങനെ മുഖീമീന ബിൽ മദീനയിൽ തന്നെ താമസിക്കാം. മാതോ, എന്നാൽ ഓർ മരിക്കൂല. ഫീ സഫരിഹിം, അവർ സഫരില്. അത് ഒന്നാമത്തെ വിഭാഗം. വമാ ഖുതിലൂ എന്ന് പറഞ്ഞ യുദ്ധത്തിന് പോയാൽ യുദ്ധക്കളത്തിൽ വെച്ച് കൊല്ലപ്പെടുകയും ഇല്ല. രണ്ടാമത്തെ ശിക്ഷ ഏത്? ഔകാനു ഗുസ്സൻ എന്ന് പറഞ്ഞെങ്കിൽ ഫിൽ ഗസ്വി, യുദ്ധത്തിന്. ഇതല്ലേ ഇത് കേൾക്കുമ്പോ ശരി, ഇവർ പറഞ്ഞതല്ലേ ശരി എന്നാന്ന് ഒരൊറ്റ ശരിവെക്കലാണ്. അതിന് കേൾക്കാൻ കുറച്ചാണ്. മറ്റേത് മമ്മൂലാർക്ക് കട്ടി തിരിച്ചിട്ടുണ്ടാകുന്ന നേരത്തെ 2 കൊല്ലം മുമ്പ് മരിച്ചു പോയത്. ഇങ്ങനെ ഇട്ടിരുന്നു 2 കൊല്ലം കൊണ്ട് ജീവിക്കുമ്പോൾ ശരി ശരി അങ്ങനെ. ഈ ശരി വെക്കുമ്പോൾ എന്താണെന്ന് അറിയാം, ഇവർക്ക് ബേജാറാണ്. പഠിച്ചോണ്ട് പോണ്ടയില്ലായിരുന്നു, പുരക്കന്നെ ഇല്ലാ മതിയായിരുന്നു, എന്നാൽ മരിക്കൂല. മുമ്പ് അലം തലീലല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ആയിരക്കണക്കിന് ആള് രോഗം താകോല് പഠിച്ചിട്ട് ഓടിയില്ലേ. ഇവരെ സംസാരം എന്തിനാണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കും ഇവരെ കൽബിൽ, കേൾക്കുന്ന ഇഖ്വാനികളെ കൽബിൽ ഒരു ഹസറത്താക്കി മാറ്റും. അത് ലിയജ്അല എന്ന് പറയും. ഇപ്പം തന്നെ അല്ല, ലാമുൽ ആഖിബത്താണ്. അതായത് ഇത് കേട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യമാണ് ഹസറത്താക്കി മാറുന്നത്, അല്ലാണ്ട് നേർക്ക് നേരല്ല. അതുപോലെ ഫൽതഖതഹും ആലു ഫിർഔന, മൂസാ അലൈഹിസ്സലാമിനെ പെട്ടിയിലാക്കിയിട്ട് ബഹറിലേക്ക് വിട്ടല്ലോ. എന്നിട്ടോ ഫൽതഖതഹും ആലു ഫിർഔൻ, ഫിർഔനിന്റെ കുടുംബമാണോ പൊക്കിയെടുത്തത്. ലിയകുൻ ലഹും അതുവാകാൻ വേണ്ടി ആരും കൊടുക്കും. പിന്നെയോ വായിക്കലല്ലേ,
ഓറെന്തല്ലോ പ്രതീക്ഷിച്ച് എടുത്തിട്ട് എന്തായി ആക്കിബത്ത് എന്തായി അതുമായി മാറുകയാണ് ചെയ്തത്. അതെ 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 ലാമുല്ലാഖിബത്ത് കമാ ഫീ ഖൗലിഹി റഅയ്തുഹു ലിയുഗ്രിയനീ എന്ന് പറഞ്ഞു. ഞാൻ അയാളെ കണ്ട് എന്നെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി, ചില ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി കാണോ, പക്ഷെ കണ്ട് അവസാനം എന്തായി അത് ബുദ്ധിമുട്ടായി മാറി. നേർക്ക് നേരെ അല്ല ഇത്. വലൈസത്ത് ലാമുൽ ഇല്ലത്തിനെ ലാമാക്കാൻ പറ്റൂല. ഇല്ലത്തിനെ ലാമാക്കിയാൽ ഹസ്രത്താകാൻ വേണ്ടിയിട്ട് ആവില്ലല്ലോ. ഇത് والمعنى أنهم قالوا ذلك القول واعتقدوه لغرض من أغراضهم. ഈ കുഫാറിനൊരു ലക്ഷ്യമുണ്ട്, ഇവരെ മനസ്സിൽ ഫിത്നയാക്കലാണ്. അത് കേൾക്കുന്ന അവസരത്തിൽ എന്താക്കും, എന്തൊക്കെ ഇറച്ചി ഉണ്ടാക്കുമെന്ന് ഇവർ ആദ്യം കണ്ടുവച്ചിട്ടാണ് ഇപ്പോൾ ഇസ്തിനുണ്ടാക്കാൻ പോകുന്നത്. വൽമാന അന്നഹും ഖാലൂ ദാലിക്കൽ ഖൗല, ഇത് ഈ മുനാഫിഖീങ്ങൾ പറഞ്ഞു ആ ഖൗലിനെ. വഅതഖദുഹു ലിഗറദി മിൻ അഗ്റാദിഹിം, അവരെ ഒരു കറുതുണ്ട്. ഫകാന ആഖിബത്തു ദാലിക്കൽ ഖൗലി വമസീറുഹു ഇലൽ ഹസ്റ, അത് ഇല്ലത്തിന്റെ ലാമാക്കാതെ എന്താക്കി ആഖിബത്തിന്റെ ലാമാക്കി മറിച്ചതാണ്. അപ്പൊ ഒരു മാസത്തെ എറിയുന്നർത്ഥം. വമസീറുഹു ഇലൽ ഹസ്റ, അതിന്റെ പര്യവസാനം ഹസ്റത്താണ്. ഈ ഹസ്രത്ത് എന്ന് പറഞ്ഞാൽ എന്താ, വഹിയ അശദ്ദുൻ നദാമ, കഠിനമായ ദുഃഖം, കഠിനമായ ഖേദം എന്നാണ്. അതുകൊണ്ട് വമനിയത്തക്കണ്ട ദാലിക ലാ ശക്ക അന്ന തസ്ദാദു ഹസ്റത്തുഹു, ഈ പറഞ്ഞത് വിശ്വസിച്ചിരുന്നുവെങ്കിൽ, അത് ഈ മുനാഫിഖീങ്ങൾ പറഞ്ഞ ഒന്നിനെ അംഗീകരിച്ചു പോയെങ്കിൽ എന്താക്കും, ഹസ്റത്തേറും. നേരെ മറിച്ച് അന്ന് തീരുമാനിച്ച തീരുമാനം എവിടെ നടപ്പാകും എന്നതാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള മരുന്ന്. വഅമ്മൽ മുസ്ലിമുല്ലദി, തിരിച്ചു വെക്കുന്നത്, വഅമ്മൽ മുസ്ലിമുല്ലദി യഅ്തഖിദു അന്നൽ മൗത വൽ ഹയാത, മൗതാവട്ടെ ഹയാതാവട്ടെ, ലാ യകൂനു ഇല്ലാ ബിതഖ്ദീരില്ലാഹി വഖളാഇഹി, അല്ലാഹുവിൻ്റെ തഖ്ദീർ കൊണ്ടും ഖളാ കൊണ്ടും അല്ലാതെ സംഭവിക്കൂല എന്ന് ഏറ്റിക്കാതെ ചെയ്യുന്ന മുഅ്മിനുണ്ട്. അപ്പം എന്താക്കും, ഇവർ മൗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗത്തിലുണ്ടാവും. അതന്നെ പറഞ്ഞു, ഖുല്ലൗ കുൻതും ഫീ ബുയൂതികും ലബറസല്ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു ഇലാ മളാജിഹിം ലാ യഹ്ശറു ഫീ ഖൽബിഹി ഹാദിഹിൽ ഹസ്റ, ഇത്തരത്തിലുള്ള ഹസ്റത്ത് ഓരോ കൽബിലുണ്ടാവില്ല. ആ പറഞ്ഞതിനെ അംഗീകരിച്ചാട്ടാകുമ്പോഴാണ് വരുന്നത്. അതിനെ പ്രതിരോധിക്കാൻ കഴിയണം. അങ്ങനെ വരുന്ന കുറേ ആളുകളില്ല. അഗ്നിമൂലൊക്കെ പോലുള്ള അടുപ്പ്, അങ്ങനെ മൂലമുണ്ട്. അഗ്നിമൂലം എന്നിട്ട് മൂല ഇതോടെ വിശ്വാസത്തിന് ആ മൂലക്ക് അഗ്നി ഉണ്ടെന്ന്. ഞാൻ പണ്ടവിടെ മാങ്ങടവിൽ പോയിട്ട് അങ്ങ് മാങ്ങടവിലെ എന്താ പറയുക, മുസ്ലിമലാക്കാരെ മക്കാമ്പലുള്ള സ്ഥലത്തിന് എന്താ പറയുക, അങ്ങൊന്നും വേണം. അവിടെ നിന്ന് മടങ്ങി വരുമ്പോൾ ആശാരി വിളിച്ച് ഇങ്ങനെ പയറ്റുന്നു. ഉസ്താദ് ഒന്നുകൂടെ കയറിക്കൂടെ എന്ന് വെച്ചു. കയറാപ്പോൾ എന്താന്ന് വിശേഷം, മുസ്ലിമലാക്കാരെ പറ്റി ഇപ്പുറത്തെ വളർത്തുന്നു. അതൊക്കെ മരുന്ന് കിണർ കുഴിക്കാൻ കൊണ്ട് സ്ഥലം കാണുന്നില്ല. അവൻ ഇവിടെ നല്ല വലിയ സ്ഥലം കാണുന്നു. ആടെ അഗ്നി ഉണ്ട്. അവൻ അഗ്നി എടുത്തോ, കാണുന്നില്ലല്ല, അത് അഗ്നിമൂലയാണ്. അഗ്നിമൂല എന്ന് പറഞ്ഞാൽ എന്താണ്, അഗ്നിയുള്ള മൂലയല്ലേ. അപ്പം ഞാൻ ചോദിച്ചു, പന്നിയൂര് എന്ന് പറഞ്ഞാൽ അവിടെ നിറച്ചും പന്നി വേണ്ടേ, കോഴിക്കോട് നിറയെ കോഴി വേണ്ടേ, കണ്ണൂർ നിറയെ കണ്ണൂർ, ഇങ്ങനെയാണോ ഞാൻ മേന? നിങ്ങൾ ഏതോ ഒരു മൂലക്കൊരു പേരിട്ടതിന് വേണ്ടി അവിടെ അഗ്നി ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ അഗ്നി ഉണ്ടെന്ന് വെച്ചിട്ടാണ്, അഗ്നി ഉണ്ടായി എന്താക്കും, കിണർ വെള്ളം വെച്ചിപ്പോന്ന് പറയും. നമ്മളിവിടെ അഗ്നി പോലെ കന്നൂർ എന്തുണ്ട്, അതിന് അടുപ്പുള്ളത്. എന്നിട്ട് ഞാനിലെടുക്കുമ്പോൾ ഇവിടെ കുറേ പറഞ്ഞു. ഞാൻ പറഞ്ഞ് സിലിണ്ടറിനെല്ലാം ഇപ്പം ഭയങ്കര വിലയാണ്. ഇപ്പം ആ ഓൾറെഡി ഇപ്പം അഗ്നി ഉണ്ടല്ലോ, ആ കേച്ചിടലേക്ക് കത്തിക്കണ്ടോ, അത് ആക്കുന്നു. ഞാൻ ഗ്യാസും കുറക്കാം. ഓർക്ക് വിശ്വാസമില്ല. അവിടെ അഗ്നി വെച്ചോണ്ടാണ് നടക്കട്ടെ. ഞാൻ പറഞ്ഞ് നമുക്കിവിടെ വെള്ളിയാഴ്ച വേറെ പോകാനുണ്ടെന്ന്. ഈ എത്തിക്കാത്തും പിടിച്ചിട്ട് നടക്കുന്നു. അവിടെ അഗ്നി ഉണ്ടാകുമോ കളിച്ച് നോക്കിയാൽ? എന്നാൽ കോഴിക്കോട്ട് പോയാൽ കോഴി ഉണ്ടാണ്ടേ? പാലക്കാട് നിറച്ചും പാലമരത്തിൻ്റെ കട. ആ പേരിൻ്റെ ഹക്കീക്കത്തായിട്ട് ഉണ്ടായിക്കൊള്ളുന്നുണ്ടാ?
അത് പിന്നെ പണ്ട് പോകുമ്പോൾ പട്ടിക്കാട് ഒരു പട്ടിയായിട്ട് പാടാന്ന് പറഞ്ഞയച്ചു നമ്മളെ കാരണം പറഞ്ഞു. പട്ടിക്കാട് പോയ പട്ടിയാ പ്രശ്നം. അപ്പൊ ഇത് വിശ്വസിക്കുന്ന ആക്കാന്ന് ഹസരത്തായാലേ എന്ന് പറയുന്നു. വല്ലാഹു യുഹ്യീ വയുമീത്, ഹയാത്താക്കുന്നവനും അല്ലാഹുവാണ്, മൗത്താക്കുന്നവനും അല്ലാഹുവാണ്. അടാ അത് റദ്ദുല്ലി ഖൗലി. അപ്പൊ മനുഷ്യന്മാരെ ചില തദ്ബീറാത്ത്, ചില പ്രവർത്തനങ്ങൾ ഒപ്പിപ്പിച്ചാണ് മൗത്തും ഹയാത്തും ഒക്കെ സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കാത്തത്. അതാണ് അൽ ബാത്തിൽ. ഏതാ വഹുവ ഹുവൽ മുഅസ്സിറു ഫിൽ ഹയാത്തി വൽ മമാത്തി വഹദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഹയാത്തിലും മമാത്തിലും മുഅസ്സിർ, അവൻ മാത്രമാണ്. മിൻ ഗൈരി അൻ യകൂന ലിൽ ഇഖാമത്തി ഔ ലിസ്സഫരി മദ്ഖലൻ ഫീ ദാലിക്. നാട്ടിൽ തന്നെ താമസിക്കുന്നതിലോ അല്ല സഫർ പോകുന്നതിലോ എന്തില്ല, ഒരു പങ്കുമില്ല. അവിടെ സംഭവത്തിൽ ഇപ്പം എന്താണ്, ഇഖാമത്ത് മരണത്തിനത്തോട് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. അപ്പൊ ഹയാത്തല്ലേ നമ്മുടെ സംഭവത്തിൽ. സഫർ എന്നുള്ളതാണല്ലോ ഇവർ കേസാക്കിയെടുത്തത്. സഫർ എന്നുള്ളത് മൗത്തിന്റെ കാരണമായി കണക്കാക്കിയിട്ട് സഫർ ചെയ്തില്ലെങ്കിൽ എന്താക്കും, ഹയാത്തോടെ ജീവിക്കുക, കട്ടിൽ തിരിച്ചിട്ട മതി. അതാരാ പറയുന്ന മഴട്ടൻ ജാഹിലികളല്ല, പഠിച്ചു ജാഹിലായിരുന്നു. അപ്പൊ ആ തർത്തീബ് മനസ്സിലായ. ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ ഇഖാമത്ത് ചെയ്താൽ ഹയാത്ത് കിട്ടുമെന്നും സഫർ ചെയ്താൽ മരിക്കും എന്നാണ് ഇവർ പറഞ്ഞെടുത്തത്. അതുകൊണ്ട് സഫർ പോണ്ട. ഫഇന്നഹു തആല ഖദ് യുഹ്യിൽ മുസാഫിറ, മുസാഫിറിന് അല്ലാഹു തആല ഹയാത്ത് കൊടുക്കാം. ഏത് ഒന്നാമത്തെ സൂറത്തിൽ ഇദാ നറബു ഫിൽ അർളി. അതുപോലെ വൽ ഗാസി ഔ കാനു ഗുസ്ദൻ, അയാക്കും യുദ്ധത്തിൽ പോയാള് ഏതോ അവരാണെങ്കിലോ മരണത്തിന്റെ പല രംഗങ്ങളും അവരെ തരണം ചെയ്യുന്നുണ്ടാവും. യുദ്ധകളത്തിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടുന്നു, വാളുണ്ട്, കുന്തുണ്ട്. അപ്പം മരണത്തിന്റെ സാഹചര്യമാണ് അവിടെ ഉള്ളത്. മുസാഫിറിനുണ്ടാകും, ചിലപ്പോൾ വെള്ളം കിട്ടാണ്ടാകും, യാത്രയിൽ മരണം. മുഖീമിനെ അല്ലാഹു തആല എന്താക്കും, മരിപ്പിക്കുകയും ചെയ്യും. അതിനടുത്തേക്ക് നോക്കിയിട്ട് വൽ ഖായിദ, യുദ്ധത്തിന് പോകാതെ വീട്ടിലിരുന്നാള്. അതെന്തിന്റെ ഓപ്പോസിറ്റ്, രക്ഷപ്പെടാനുള്ള അസ്ബാബെല്ലാം അവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടല്ലോ. അവിടെയും മരണം വന്നെത്തും, മറ്റേക്കിലും മരണം വന്നുള്ളൊന്നുമില്ല. തർത്തീബ് മനസ്സിലായില്ലേ? വല്ലാഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ ചെയ്യുന്ന സകല പ്രവർത്തനങ്ങളും അല്ലാഹു തആല കാണുന്നവനാണ്. ഫലാ തകൂനൂ മിസ്ല ഹൗലാഇൽ മുനാഫിഖീൻ, ഈ പിന്തിരിപ്പന്മാരായ മുനാഫിഖീങ്ങളെ മാതിരി നിങ്ങളാകാൻ പറ്റൂല. അത്രക്കാലം വണ്ടിയും പിടിച്ചിട്ടാന്നല്ല അവിടെ പെരക്കെല്ലാം മരിച്ചു. അത് വണ്ടിക്ക് ഓരോ പേർക്കൊന്നും കൊടുക്കണം 10,000 രൂപ. അങ്ങനെ പിടിച്ചു വന്നാൽ ടോട്ടൽ 10,000 രൂപ ആണെങ്കിൽ ഓരോ പേർക്കൊന്നും കൊടുക്കണം 10,000 രൂപ. ഒന്ന് പരിശോധിക്കുമ്പോൾ നമ്മളെ ഓരോ ഒന്ന് സ്കാൻ ചെയ്തിട്ടെന്നല്ല, അങ്ങനെ ഇങ്ങനെ അങ്ങനെ അത് വിളിക്കണം, ഇത് വിളിക്കണം, കുടിയല്ലേ വിറ്റ് തോന്നിട്ടെന്ന് പറയുന്ന ആളെ വിളിക്കണം. പക്ഷേ സ്ഥലമൊന്നുമില്ലേ? ഇനി പറയട്ടെ, വലഇൻ ഖുതിൽതും ഫീ സബീലില്ലാഹി ഔ മുത്തും ലമഗ്ഫിറത്തും മിനല്ലാഹി വറഹ്മത്തുൻ ഖൈറും മിമ്മാ യജ്മഊൻ. വലഇൻ ഖുതിൽതും ഫീ സബീലില്ലാഹി, തീർച്ചയായും അല്ലാഹുവിന്റെ സബീലിൽ നിങ്ങൾ കൊല്ലപ്പെടുകയാണെങ്കിൽ, ഔ മുത്തും, അല്ലെങ്കിൽ നിങ്ങൾ മരിച്ച്, ഫീ സബീലിഹി വഅൻതും മുഅ്മിനീങ്ങളായിട്ട്, അതിനാ ശേഷമുള്ള ജവാബ് അവർക്കേ ബാധിക്കുള്ളൂ. വല്ലാമു ഹിയൽ മുഅത്തിയത്തുൽ ഖസം, ഏതാണ് വലഇൻ എന്ന് പറഞ്ഞ ലാമില്ലേ, അത് ഖസമാണ്. ഖസമിന്റെ ജവാബിൽ പറയുന്നു, അതാ ഖസം കളഞ്ഞ് വല്ലാഹി എന്നുണ്ടാവും. ജവാബുഹു ഖൗലുഹു തആല ലമഗ്ഫിറത്തുൻ, അതതിന്റെ ഖസമിന്റെ ജവാബ്. ലമഗ്ഫിറത്തുൻ മിനല്ലാഹി വറഹ്മത്തുൻ, അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള വമ്പിച്ച റഹ്മത്തും അവന്റെ മഗ്ഫിറത്തും ഖൈറും മിമ്മാ യജ്മഊൻ. കേടാ, വഹദഫ ജവാബ ശർത്തി, ഷർത്തിന്റെ ജവാബ് എന്താക്കി കളഞ്ഞു. നമുക്ക് ലിസദ് ജവാബിൽ ഖസമി മസദ്ദഹു, ഖസമിന്റെ ജവാബ് എന്താ ഷർത്തിന്റെ ജവാബിന്റെ സ്ഥാനത്ത് നിന്നു. ഇവിടെ എന്തോണോ, ഖസമിനും ജവാബ് വേണം, ഷർത്തിനും ജവാബ് വേണം.
അപ്പോൾ രണ്ടും പറയുമ്പോൾ കലാമ് വീണു. ഇവിടെ എന്താ ചെയ്തത്? ഷറത്തിൻ്റെ ജവാബ് കളിയാ, കസമിൻ്റെ ജവാബിൻ്റെ സ്ഥാനത്ത് വെച്ചു. അപ്പോൾ ഒന്നുകൊണ്ട് മതിയാക്കി കണ്ടില്ല. ഷറത്തിൻ്റെ ജവാബ് ഏതാ? ഇൻ ഖുതിൽതും എന്ന് പറഞ്ഞതിൻ്റെ ജവാബ് രണ്ട്. കസമ് മുമ്പ് പറഞ്ഞില്ല വല്ലാഹി. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളത് എന്താ സാധനം? കസമിൻ്റെ ജവാബാണ് ഷറത്തിൻ്റെ ജവാബെല്ലാം. മറ്റിനിവിടെ പകരം വെച്ച് വൽമാന അന്ന സഫറ വൽ ഗസ്വ ലൈസ മിമ്മാ യജ്ലിബുൽ മൗത. സഫറാവട്ടെ, യുദ്ധത്തിന് പോകാവട്ടെ, മരണത്തിനെ ഭരിക്കുന്ന സാധനമല്ല. പിന്നെ വൈഖദ്ദിമുൽ അജല അസലൻ, അജലിനെ കാലയെ കൂട്ടി കൊണ്ടുവരികയുമില്ല. വലയും ബക്കാലിക ബിഅംരില്ലാഹി തആല, അള്ളാഹിൻ്റെ അമ്ര കാരണത്താൽ എന്താ സംഭവിച്ചു എന്ന് വെക്ക. എന്നാൽ ഇതിനേക്കാണ് വലിയ നാട്ടിപ്പുറയുണ്ട്. എന്താണത്? ലനഫഹത്തുൻ യസീറത്തുൻ മിൻ മഗ്ഫിറത്തിൻ വറഹ്മ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനാലും റഹ്മത്തിനാലും കിട്ടുന്ന ഒരു നഫഹത്ത് കായിനത്തൈനി മിനല്ലാഹ് ബി മുഖാബലത്തിൽ അലിക്ക്. നിങ്ങൾ അല്പകാലം ജീവിക്കും, അതാ സംഭവിച്ചെങ്കിൽ തന്നെ എന്നല്ലേ. അപ്പം നമുക്കെന്താകുന്നു? മരിച്ചാൽ നഷ്ടമൊന്നുമില്ല. ഖൈറൻ മിമ്മാ യജ്മഊൻ, അവർ ഒരുമിച്ച് കൂട്ടുന്ന പലരുണ്ടല്ലോ, അതിനേക്കാണ് ഏറ്റവും ഖൈറാൻ. ആരാ? യജ്മഊനാൻ്റെ ലമീർ അവിടത്തേക്കാ അൽ കഫറത്തു, കുഫാറുകൾ ബി മനാഫിഇ ദുനിയാ, ദുനിയാവിൻ്റെ മൻഫഅത്തിനാലും വതയ്യിബാതിഹ, അതിന് തയ്യിബാത്തിനാലും. ഇപ്പം മുദ്ദത്ത് അമാരി, അഥവാ യുദ്ധത്തിന് പോകാതെ ഇവിടെ ഇരുന്ന കുറച്ചുകാലം ആയുസ് കിട്ടൂന്നല്ലേ പറഞ്ഞേ. ആ ഇടയിൽ എന്താക്കും? ദുനിയാവ് സമ്പാദിക്കുന്നതിന് കിട്ടിയാണ്. നിങ്ങൾ പോയി മരിച്ചിട്ട് അള്ളാഹു അപ്പുറത്തും കിട്ടി, ആർക്കാ നഷ്ടം? പിന്നെ വഹാദ വാരിദുൻ, ഇതൊക്കെ വരുന്ന ഹസ്ബി ഖൗലിഹിം വമുഅ്തഖദിഹിം, അവരെ ഇഅ്തിഖാദ് അനുസരിച്ച് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് യുദ്ധത്തിന് പോകാതെ നാട്ടിൽ തന്നെ കുത്തിരുന്നാൽ ആയുസ് നീളും എന്നല്ലേ ഇവരുടെ വിശ്വാസം. ആയിക്കോട്ടെ, ആയുസ് നീളുമ്പോൾ എന്താ പണിയെടുക്കുക? കുറച്ച് ദുനിയാവ് സമ്പാദിക്കുക, 2 ദിവസം 3 ദിവസം അല്ലേ അടുക്കട്ടെ. മറ്റൊരു യുദ്ധത്തിന് പോയാൽ എന്താ സംഭവിക്കുക? മൗത്താകുമ്പോൾ മരിച്ചിട്ട് ദുനിയാവ് നഷ്ടപ്പെട്ടു. പക്ഷെ അവർക്ക് വേറൊന്നും റഹ്മത്ത് കിട്ടിയില്ലേ. അപ്പം നിങ്ങൾ സമ്പാദിച്ച ദുനിയാവിനാക്കണ ഖൈറായില്ലേ. അപ്പം ഇവരെ എത്തിക്കാമെന്ന് നടന്നുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. എന്താ? അന്ന തിൽക്കൽ അംവാല ഖൈറാത്തുൻ, ഇവർ സമ്പാദിച്ച സമ്പാദ് ഖൈറാത്താണ് എന്താക്കി ലാഹിർ സംബന്ധിച്ചു കൊടുത്തു. അന്ന് ഖൈറും മിമ്മാ യജ്മഊന എന്ന് പറയുമ്പോൾ മഗ്ഫിറത്ത് റഹ്മത്തും ഒരു തട്ടിൽ തൂക്കി, അവർ സമ്പാദിച്ചൊന്ന് തൂക്കി. എന്നിങ്ങനല്ലേ ഖൈരിയത്തിന്റെ വിഷയത്തിൽ ഖൈറാണ് പറയുന്നു. ഒരു ഇസ്മു തഫ്ദീലായിട്ട് കൊണ്ടുവരണമെങ്കിൽ 2 വശത്ത് ഖൈർ വെക്കണ്ട. ഖൈറും ഷർറും തമ്മിൽ തൂക്കലില്ലല്ലോ. അത് ഞാൻ ഒന്ന് ഓടിയാൽ മതിയില്ല. അതാണ് അവർ ഒരുമിച്ച് കൂട്ടിയ താൽക്കാലികമായി കിട്ടിയ പൈസ ഖൈറാണ് തഖ്ദീർ ചെയ്യുക. അത് തുലാസിൻ്റെ ഒരു തട്ടിൽ വെക്കുക. അസ്ഹാബിമാർക്കും മറ്റും കിട്ടിയ മഹഫറത്തും റഹ്മത്തും മറ്റേ തട്ടിൽ വെക്കുക. എന്നിട്ട് ആ മഹഫിറത്തിന് ഇതിനേക്കാണ് ഖൈറുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം കുറച്ച് ഖൈറാണ്ട്, അത് ഇവരെ എത്തിക്കാതനുസരിച്ച് ഖൈറാണ്. ഫഖീല അൽ മഗ്ഫിറത്തു ഖൈറു മിൻ ഹാദിഹിൽ അഷ്യാ, അതന്നെ അല്ലത്തി തളുന്നൂനഹ ഖൈറാത്തിൻ, നിങ്ങൾ ഖൈറാത്താന്ന് വിചാരിച്ച ഈ വസ്തുക്കൾ ദുനിയാവിൽ നിന്ന് സമ്പാദിച്ച ഒന്ന് ഖൈർ കുറവാണ്. തീരെ ഖൈറില്ല യഥാർത്ഥത്തിൽ. ഇനി വലഇൻ മുത്തും ഔ ഖുതിൽതും ലഇലല്ലാഹി തുഹ്ശറു, ലാ ഇലല്ലാഹി എന്നല്ലേ അങ്ങനെ കുഫ്രിയത്തേക്ക് എത്തിപ്പോ. വലഇൻ മുത്തും, നിങ്ങൾ മരിച്ച്, ഔ ഖുതിൽതും അല്ലെങ്കിൽ ഷഹീദായിട്ട് കൊല്ലപ്പെട്ട്, എന്നാലും ലഇലല്ലാഹി, ലാമ് തഅക്കീദാണ്, ലഇലല്ലാഹി തുഹ്ശറൂൻ. തഅക്കീദിന്റെ ലാമാമ ലാമ് നീളൂല. ലഅബ്ദു മാ തഅബ്ദൂന എന്ന് പറഞ്ഞ മതിയായ എന്താക്കി? നിങ്ങൾ ആരാധിക്കാൻ തീർച്ചയായും ഞാൻ ആരാധിച്ചു കൊള്ളാമെന്നല്ലേ അർത്ഥം കിട്ടിയത്. അവൻ വെള്ളിയാഴ്ച കുഞ്ഞാൽ കാഫറിന് ഓതിയിട്ട് കാഫറൈനി. ഇനി ഇതെല്ലാം ആരാ തെറ്റിക്കൊടുക്കുക, ഏത് കാലത്താ തിരുത്തപ്പെടുക എന്ന് പറഞ്ഞിട്ടൊന്നും. അല്ല, അതാ അപ്പൊ കൊല്ലപ്പെടുന്ന 2 വകുപ്പാ പറഞ്ഞത്. ഒന്ന് മൗത്ത്, സ്വാഭാവികമായ മൗത്ത്. രണ്ടാമത്തതോ കൊല്ലപ്പെടല്. അയ്യ വജിഹിൻ ഇത്തഫഖ ഹലാക്കുക്കും, നിങ്ങളുടെ ഹലാക്ക് ഏത് കോലത്തിൽ വന്നാലും
ഹസ്ബ താലൂക്കിൽ ഇറാദത്തിൽ ഇലാഹിയായ താലൂക്കിൻ്റെ ഒന്നുണ്ടല്ലോ. നിങ്ങൾ ഷഹീദായി കൊല്ലപ്പെടലാണോ അല്ല സാധാരണ മൊത്താണോ എന്ന് എന്ത് പറഞ്ഞാൽ ല ഇലല്ലാഹി തക്കീതാണ്. ല ഇലല്ലാഹി ഐ ലൽ മഅബൂദിൻ ബിൽ ഹഖ്. അത് അള്ളാഹിൻ്റെ ബസ്പ് പറഞ്ഞതാ. അൽ അലീമിഷാൻ അൽ വാസി അർ റഹ്മ അൽ ജസീലിൽ ഇഹ്സാൻ എന്നുണ്ടാക്കി അള്ളാഹിനെ മദ്ഹ പറഞ്ഞു. തുഹ്ശറൂൻ. അപ്പൊ തുഹ്ശറൂന ഇലല്ലാഹി എന്ന് പറഞ്ഞതിന് പകരം ഇലല്ലാഹിനെ മുന്തിച്ച്. അപ്പൊ എന്തായി? ലാ ഇലാ ഗൈരിഹി എന്ന് ഹസറിന്റെ മാന വെളിപ്പെടുത്തി. ഗൈറിലേക്ക് പോകൂല. ഹസന്ന ഫയുവഫീക്കും ഉജൂറക്കും. അപ്പൊ നിങ്ങൾക്കുള്ള പ്രതിഫലം അല്ലാഹു തആല പൂർത്തിയാക്കി തരും. വയജസിലക്കും അതായാക്കും. നിങ്ങളുടെ ദാനം ഉണ്ടല്ലോ അള്ളാഹുവിന്റെ പക്കന്ന് കിട്ടുന്നത്, അതിൽ നമ്മൾ വളർച്ചയോട് തരും. വഅലം അന്ന ഹാദിഹിൽ ആയാത്ത് അലാ തർതീബിൻ അനീഖിൻ. ഈ ആയാത്തുകൾ വല്ല അത്ഭുതകരമായ ഒരു തർത്തീബിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ഫഇന്നഹു ഖാല ഫിൽ ആയത്തിൽ ഉലാ ലമഗ്ഫിറത്തും മിനല്ലാഹി എന്ന് ഒന്നാമത് പറഞ്ഞു അല്ലേ? അതേതാ? വഹിയ തജാവുസു അനിസ് സയ്യിആത്ത്. സയ്യിആത്തിനെ തൊട്ട് മാപ്പ് കൊടുക്കലാണ് മഗ്ഫിറത്ത്. വദാലിക ഇശാറത്തുൻ ഇലാ മൻ യഅബുദുല്ലാഹ ഖൗഫൻ മിൻ ഇഖാബിഹി. ഇഖാബിനെ പേടിച്ചുകൊണ്ട് ഇബാദത്ത് എടുക്കുന്ന ചില കൂട്ടരുണ്ട്. അത് റാബിയത്തുൽ അദ്വി പറഞ്ഞ പോലെ കുല്ലുഹും യഅബുദൂക മിൻ ഖൗഫി നാരിൻ ഒരു വിഭാഗം. ഇനിയോ സുമ്മ ഖാല വറഹ്മത്തുൻ എന്നാ പറഞ്ഞത്. ല മഗ്ഫിറത്തുൻ മിനല്ലാഹി വറഹ്മത്തുൻ വഹിയ തഫല്ലലു ബിൽ മസൂബാത്ത്. ഓരി കൊടുക്കൽ കൊണ്ടുള്ള ഓശാരമാണ് ഇത് റഹ്മത്ത്. വഹിയ ഇശാറത്തുൻ ഇലാ മൻ യഅബുദുഹു റജാഅ സവാബിഹി. സവാബിനെ ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്ത് എടുക്കുന്ന ആളിലേക്ക് ഇശാറത്താണ്. കണ്ടാ? അപ്പൊ കൊല്ലഹും യഅബുദൂക മിൻ ഖൗഫി നാരിൻ വയറുൻ നജാത്ത ഹല്ലൻ ജസീൽ രണ്ടെണ്ണം പോയി. മൂന്നാം നമ്പർ എന്താ പറഞ്ഞത്? അനല അബ്തഖ ബിഹിബി ബദീല. അതും പണ്ട് ഇതും പണ്ടാണ്. എനിക്കത് മെഹബൂബ് മദീന. അതാണ് ല ഇലല്ലാഹി തുഹ്ശറൂൻ. അപ്പൊ മൂന്ന് മഖാമാത്തൂടെ പറഞ്ഞു. സുമ്മ ഖാല ഫി ആഖിറിൽ ആയത്തിൽ പറഞ്ഞു ല ഇലല്ലാഹി തുഹ്ശറൂൻ വഹുവ ഇശാറത്തുൻ ഇലാ മൻ യഅബുദുല്ലാഹ ലിമുജറദിൽ റുബൂബിയ്യത്തി വൽ ഉബൂദിയ്യത്തി. തനിച്ച റുബൂബിയ്യത്ത് ഉബൂദിയ്യത്തിന് വേണ്ടി രണ്ടൊന്നല്ലേ? റുബൂബിയ്യത്ത് അള്ളാഹിന്റെ ഭാഗത്താണ്, മഅബൂദിന്റെ ഭാഗത്താണ്. ഉബൂദിയ്യത്തോ ആബിദിന്റെ ഭാഗത്തോ. രണ്ട് തർഫാണ്. അപ്പൊ നീ എന്തിനാ ഭാഗത്തെടുക്കുന്നത്? എൻ്റെ റബ്ബായതുകൊണ്ട്. സ്വർഗം വേണോ? തന്നിങ്ങി വാങ്ങാം. നരകത്തിൽ നിന്ന് പോണോ? താഴെ വാ. അത് ലക്ഷ്യമല്ല. വഹാദാരൽ മക്കാമാത്ത്. ഈ ഒന്നും രണ്ടും മക്കാമാത്തിനേക്കാണ് അയലയാണ് മേലെയുള്ളത്. സ്വർഗത്തിന് സൽസബിയിൽ കുടിക്കുകയും വേണ്ട. അപ്പൊ ഫബൈനൽ ഹശ്രി ഇലാ മഗ്ഫിറത്തില്ലാഹി വൽ ഹശ്രി ഇലല്ലാഹി ഫർഖുൻ കസീർ. ല ഇലല്ലാഹി ല ഇലാ മഗ്ഫിറത്തുൻ മിനല്ലാഹി എന്ന് പറഞ്ഞില്ല, ല ഇലാ റഹ്മത്തുൻ മിനല്ലാഹി എന്ന് പറഞ്ഞില്ല, ല ഇലല്ലാഹി എന്നാ പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അന്ന ഈസ അലൈഹിസ്സലാം മർറ ബി അഖ്വാമിൻ. ഒരു കോമിങ്ങളുടെ അടുക്കലേക്ക് കൂടി നടന്നുപോയി. പിന്നെ നഹിഫത്ത് അജ്ഫ അബ്ദാനുഹും വസ്ഫറത്ത് വുജൂഹുഹും. അവരുടെ മുഖമെല്ലാം മഞ്ഞ നിറമായിട്ടുണ്ട്, അവരുടെ ശരീരഭാഗം മെലിഞ്ഞിട്ടുണ്ട്. ഫറഅ അലൈഹിം ആസാറുൽ ഇബാദ. ഇബാദത്തിൻ്റെ ആസാറും കാണുന്നുണ്ട്. കേട്ടോ? ഫഖാല മാദാ തത്ലുബൂന. അവരോട് ചോദിച്ചു, എന്താ നിങ്ങളെ തേട്ടം? ഫഖാലൂ നഖ്ശാ അദാബല്ലാഹ്. അല്ലാഹുവിൻ്റെ അദാബ് ഞങ്ങൾ പേടിച്ചെന്ന് പറഞ്ഞു. അപ്പം ഒന്നാമത്തെ വിഭാഗമായി പേടിച്ചിട്ടാണ്. ഫഖാല ഈസാ അലൈഹിസ്സലാം പറഞ്ഞു ഹുവ അക്റമു മിൻ അൻ അല്ലാ യുഖല്ലിസകും മിൻ അദാബി. അദാബിനെ തൊട്ട് രക്ഷപ്പെടുത്താതിനേക്കാണ് അല്ലാഹു തആല അക്രമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ അദാബിക്കേണ്ട ആവശ്യമൊന്നും അല്ലാഹ്ക്കില്ല. സുമ്മ മർറ ബി അഖ്വാമിൻ ആഖരീൻ. പിന്നെ വേറെ കൂട്ടക്കാരൊക്കെ ഉണ്ട്. ഫറഅ അലൈഹിം തിൽക്കൽ ആസാർ. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആസാറുണ്ട്. ഫസഅലഹും. അവരോട് ചോദിച്ചു. ഫഖാലു നത്ലുബുൽ ജന്നത വർ റഹ്മ. അപ്പോൾ രണ്ടാം വിഭാഗമായി സ്വർഗത്തിനെയും റഹ്മത്തിനെയും തേടിക്കൊണ്ട്. ഫഖാലു അക്റമു മിൻ അൻ യംനഅകും റഹ്മതഹു. റഹ്മത്ത് തടയുന്ന തൊട്ട് അല്ലാഹു തആല അക്രമല്ലേ. സുമ്മ മർറ ബി ഖൗമിൻ സാലിസിൻ. മൂന്നാമത്തെ ഖൗമിനെ കണ്ട്. വറഅ ആസാറൽ ഉബൂദിയ്യത്തി അലൈഹിം അക്സർ. ഉബൂദിയ്യത്തിൻ്റെ ആസാർ ധാരാളമായി അവരിൽ കാണുന്നു.
ഫസഅലഹും അവരോട് ചോദിച്ചു. ഫഖാലു നഅ്ബുദുഹു അവർ പറഞ്ഞു നമ്മൾ അവനെ ഇബാദത്ത് എടുക്കുന്നില്ല, അന്നഹു ഇലാഹുനാ അവൻ ഇലാഹായതുകൊണ്ടാണ്, വനഹ്നു അബീദുഹു നമ്മൾ അബീദുമായിട്ടാണ്. അതായത് നേരത്തെ പറഞ്ഞ റുബൂബിയ്യത്തും ഉബൂദിയ്യത്തിനും മൂന്നാമത്തെ. ഫഖാല അൻതുമുൽ അബീദുൽ മുഖ്ലിസൂൻ നിങ്ങളാണ് മുഖ്ലിസീങ്ങളായ ഇബാദ്. അനലാബത്തഗി ബിഹിബി വദീല എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടു. വൽ മുതഅബ്ബിദൂനൽ മുഹിഖൂൻ വഹുക്കിയ അന്നമ്രാത്തൻ കാലത്തിൽ ജമാഅത്തിൻ ഒരു പെണ്ണുങ്ങള് ഒരു സംഘം ആളുകളോട് പറഞ്ഞു, മസ്സഹാവിന്ദക്കും നിങ്ങളുടെ കലി ദാനധർമ്മം ഉണ്ടല്ലോ സഹാവ്, അതെന്താ? കാലോ ബദലുൽ മാലി പൈസ കൊടുക്കലെന്ന്. കാലത്ത് ഹുവ സഹാവ് ഹലി ദുന്യാവല്ല അവാം അത് ദുന്യാവിൻ്റെ ഹലുകാരും അവാമെല്ലാം ചെയ്യുന്ന പണിയല്ലേ പൈസ കൊടുക്കല്. ഫമാ സഹാവുൽ ഖവാസ് ഖവാസ് ചെയ്യുന്ന സഹാവ് എന്താന്ന് വെച്ചത്? കാലോ ബദലുൽ മജ്ഹൂദി ഫി ത്വാഅ അള്ളാഹിനെ വഴിപ്പെടുന്ന വിഷയത്തിൽ എത്രത്തോളം നമുക്ക് ചിലവ് തടി കൊണ്ട് ആക്കാൻ കഴിയുന്നു അത്രത്തോളം ചിലവാക്കാം. മജ്ഹൂദ് ആകാവുന്നിടത്തോളം പണിയുന്നു. അപ്പം നിന്നിട്ടേക്ക് ഇരിക്കാൻ കഴിയുന്നിടത്തോളം നിൽക്കലെന്ന് തീരെ രക്ഷയില്ലെന്നുണ്ട് ഇരിക്കുന്നു. റുക്കോയും സുജൂദും അതിൻ്റെ ഹക്കോലെ ചെയ്യലും ഞാൻ തങ്ങ വന്ന് നടക്കും. ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെന്നു ഒന്നും ആവൂല. അബ്ദുൽ ബാരി അള്ളാഹ്ക്ക് നെറ്റി വെക്കാൻ കഴിയും, നെറ്റി തന്നെ വെക്കണം. അതാണ് ഇതിൽ ബദലുൽ മജ്ഹൂദ് കഴിവിൻ്റെ പരമാവധി ചിലവാക്കുന്നത് ഇതിന് അള്ളാഹിൻ്റെ താഴത്ത്. അപ്പോൾ ഫുൾ നോമ്പൊക്കെ അങ്ങനെയല്ലേ, നമുക്ക് ഉച്ചവരെ നോക്കണ്ടേ? ഉച്ച കഴിഞ്ഞിട്ട് എന്തെങ്കിലും നന്നാ തയ്ക്കാൻ കഴിയാത്ത വന്നാൽ ചാവടിച്ചേക്കാം. ആകാവുന്നിടത്തോളം ചെയ്തില്ലേ? കാലത്ത് ആ പെണ്ണുങ്ങൾ ചോദിക്കാൻ തർജൂന സവാബ് ആഗ്രഹിച്ചോ? കാലൂ നഅം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ പെണ്ണുങ്ങളെടുക്കൽ ഇത് പോക്കായി കേട്ടാ. കാല തഖുദൂനൽ അശറത ബിവാഹിദിൻ ഒരമൽ ചെയ്തിട്ട് 10 അങ്ങനെ ഉദ്ദേശം ചോദിച്ചു. കച്ചവടമല്ലേ, വലിയ കച്ചവടമല്ലേ. എന്തുകൊണ്ട്? ലിഖൗലിഹി തആല മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ എന്നല്ല അല്ലാഹു പറഞ്ഞു. ഒരു ഹസനത്ത് കൊണ്ടുവന്നാൽ 10 ഇരട്ടി കൂലി കൊടുക്കാൻ. അപ്പോൾ ഒന്ന് ചിലവാക്കിയിട്ട് 10 വാങ്ങാനാണ് ഉദ്ദേശം. ഫായിന സഖ അപ്പം നിങ്ങൾ സഖാവിടെ കാലോ അപ്പം അവർ തോറ്റില്ലേ. ഫമാ ഇൻദകി പെണ്ണുങ്ങളെ നിങ്ങൾ എടുക്കൽ എന്താന്ന് ചോദിച്ചു. ഖാലത്ത് അൽ അമലു ലില്ലാഹ് അള്ളാഹ്ക്ക് വേണ്ടി അമൽ ചെയ്യലാണ്. ലാലിൽ ജന്നത്തി വലാലിൻ നാർ നരകത്തിനെ പേടിച്ചിട്ടുമല്ല സ്വർഗത്തിനെ ആഗ്രഹിച്ചിട്ടുമല്ല. വല സവാബ് സവാബിനെ ആഗ്രഹിച്ചുമല്ല. വഖൗഫൽ ഇഖാബ് ഇഖാബിനെ പേടിച്ചിട്ടുമല്ല. ഇതെന്താ? വദാലിക ലാ യുംകിനു ഇല്ലാ ബിത്തജ്രീദി വത്തഫ്രീദ് തജ്രീദും തഫ്രീദും ഇല്ലാത്ത ആളുകൾക്ക് സാധിക്കൂല എന്നാണ്. തൗഹീദുണ്ട്, തജ്രീദുണ്ട്, തഫ്രീദുണ്ട്. ഇത് തൗഹീദ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇലാഹാകാൻ അല്ലാഹു തആലയെ യോഗ്യനുള്ളൂ, മറ്റാർക്കും ഉലൂഹിയത്ത് കൊടുക്കൂല. അതിൻ്റെ അപ്പുറം എന്താണ്? തജ്രീദാണ്. തജ്രീദിൻ്റെ അപ്പുറമാണ് തഫ്രീദ്. അത് അവാരിഫുൽമാരിഫ് നോക്കിയാൽ കാണും. തജ്രീദ് എന്ന് പറഞ്ഞാൽ എന്താ? തഹ്സീറാത്തിൽ തൊട്ട് എല്ലാത്തിനും ഒരിക്കലും ഒന്നും തഹ്സീലില്ല. മരുന്നിനും തഹ്സീലില്ല, നാറിനും തഹ്സീലില്ല, വെള്ളത്തിനും തഹ്സീലില്ല, കത്തിക്കും തഹ്സീലില്ല, ഭക്ഷണത്തിനും തഹ്സീലില്ല, ഫുലാനും തഹ്സീലില്ല, ഫലാനുമിനും ഫുലാനും തഹ്സീലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും നൽകിയല്ല. അപ്പം എന്തായിന്നറിയോ? തജ്രീദായി. ഇലാഹിനെ അംഗീകരിക്കുന്നപ്പം തന്നെ തഹ്സീൽ വിശ്വസിക്കുന്ന ആളുമില്ലേ? കാര്യകാരണത്തിൻ്റെ മുകളിൽ എന്താക്കും? മുമ്പ് പറഞ്ഞില്ലേ, ഏറ്റിക്കാതും പറ്റൂല, ഏറ്റിമാതും പറ്റൂല, ഇസ്തിനാദും പറ്റൂല എന്നുണ്ടല്ലോ സൂഫിയാക്കളെ തൗഹീദ് പറഞ്ഞത്. മൂന്നും തന്നെ. തഫ്രീദ് എന്ന് പറഞ്ഞ ഇബാദത്തിൻ്റെ വിഷയത്തിൽ അടങ്ങില്ല തരാൻ പറഞ്ഞ വാഗ്ദാനം എന്നുള്ള സ്വർഗവും നരകത്തിൻ്റെ പ്രശ്നം ഉടലെടുക്കുന്നില്ല. സ്വർഗം അല്ലാഹു തആല വെറുതെ കൊടുക്കാൻ തീരുമാനിച്ചു. എല്ലാ സ്വർഗം പൂട്ടിയിട്ട് ആർക്കും തരൂല. ഇബാദത്ത് ഉറക്കം നടക്കും. അതാ തഫ്രീദ് ആണ്. അതിനോട് തൗഹീദിന് എത്തിയ മരുന്നിന് തഹ്സീലുണ്ടോന്ന് ചോദിച്ചേട്ടാ എന്താ പറയല്? കുട്ടിയെ മിച്ചം പറഞ്ഞില്ലേ? മിച്ചം പറയില്ലേ? ഞാൻ അച്ഛൻ കുടിച്ച് മിച്ചം പറയുന്നില്ല. പിന്നെ എന്താ? അസ്ബാബുകൾ മുഹസ്സില എന്ന് പറഞ്ഞപ്പോൾ ഒരു മുസ്ലിയാർ എന്നോട് തട്ടിക്കയറി കലമ്പം കുത്തിക്കടിയില്ലേ? എന്താ അല്ലാതെ കിതാബ് ഓതിയിട്ട് പഠിക്കണം അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഓതാത്ത പാവാന്ന് നമ്മൾ പറഞ്ഞു പോയതാണ്. അസ്ബാബിന് മുഹസ്സിലാണ് നമ്മദീന്. ഏത് അസ്ബാബ് മുഹസ്സിലല്ല.
അതുകൊണ്ടല്ല പറഞ്ഞത് ഏറ്റുകാത് പറ്റൂല. ഈ മരുന്നാണല്ലോ വ്യക്തം മാറ്റുന്ന ഏറ്റുകാതിന്റെ കുഫറി തന്നെ. ഈ കേസ് രണ്ടെണ്ണം എന്താണ്ടാല് ഇസ്തിനാദ് പറഞ്ഞാൽ ഏറ്റുകാതൊന്നുമല്ല, പക്ഷെ പറഞ്ഞുകൊണ്ടൊക്കെ അമ്മാരുന്നോണ്ട് വ്യക്തം മാറി, അമ്മാരുന്നോണ്ട് വ്യക്തം മാറിയെന്ന് പായലും മഫൂലുമാക്കി ഇസ്തിനാദ് ചെയ്യില്ലേ. മുത്തർനാബിനോയിക്കഥ എന്നാൽ ഇന്ന് നക്ഷത്രം ഉദിച്ചത് കൊണ്ട് മഴ കിട്ടി. അവിടെ ഏറ്റുകാതോടുകൂടി പറഞ്ഞാണ് ആ വാക്ക് കുഫിരിയത്താണ്. ഏറ്റുകാത് ഇല്ലാണ്ട് പറഞ്ഞാണ് ജഹലത്തിന്റെ വാക്ക് ഉദ്ധരിക്കലാണ്. മറ്റൊന്നോ അതില്ലെങ്കിൽ ഇവനിക്കാകെ വെപ്രാളം, അത് അസ്മാവില്ല. ഞാൻ അല്ലോ ഇന്ന് അതിലുണ്ടായിപ്പോയി, ഇന്ന് അതിലുണ്ടായിപ്പോയി, ഇതിലുണ്ടായിപ്പോയി. അതും അപ്പം മനസ്സിന് ഏറ്റുമാതുണ്ട്. അതുകൊണ്ടാണല്ലോ ആ മുഅ്തമദുൻ അലൈഹിയായ സാധനം പോകുമ്പോൾ പിന്നെ ഇളകിപ്പോന്നു. ഇപ്പം എൻ്റെ ഇരുത്തത്തിന് ഏറ്റുമാതില്ലേ, ഹിസ്റ്റിയായ ഏറ്റുമാത് എവിടെ ഉണ്ട്? ഈ കസമ്മലുണ്ട്. ഈ കസാല അങ്ങോട്ട് വിളിച്ചാലോ കടവിടെ പോവും. അപ്പോൾ ഏറ്റുമാതിനുള്ളതെന്ന് മനസ്സിലാക്കി നേരെ മറ്റ് തൊട്ടില്ല എന്നുള്ളതൊക്കെ ഇങ്ങനെ കാഴ്ചക്ക് ഇങ്ങനെ കണ്ടുണ്ടാവും. അത് ബേക്ക് നിർത്തേണ്ട പോയാലും ഒരു വസ്തുവില്ലല്ലോ. അതാ വൽ വസൂലു ഇലാ ഹഖീഖത്തിൽ വുജൂദ്, വുജൂദിന്റെ ഹഖീഖത്താണെന്ന് അല്ലാഹ് നയിമലാണ്. ഫഅലൽ മുഅ്മിനി, അതുകൊണ്ട് മുഅ്മിനിന്റെ മേലിൽ കടമയാണ് അൻ യുഅ്രിദ അനിദ് ദുനിയാ, ദുനിയാവിനെ തൊട്ട് ഒഴിഞ്ഞിൽക്കൽ, വയുഖ്ബില അലല്ലാഹി, അല്ലാഹനെ കൊണ്ട് ഇഖ്ബാൽ ചെയ്യലും, ഹത്താ യുക്ശഫ അൻ വജ്ഹിൽ ഹിജാബ്, അവൻ്റെ ഹിജാബെല്ലാം നീങ്ങട്ടെ, അത്ര വരെ പോകണം. ഹിജാബാണിപ്പോൾ. വയസില റബ്ബിൽ അർബാബ്, റബ്ബുൽ അർബാബിലേക്ക് ചേരലും എന്നതിന് തടി കൊണ്ട് ചേരൽ എന്നല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇല്ല. ഹാദിസും കഥയും തമ്മിലെന്തില്ല അങ്ങനെ ചേരലില്ല. മുമ്പേ നമ്മൾ ഹിക്കമിൽ പഠിച്ചിട്ടുണ്ട്, മനുഷ്യൻ്റെ ഹിജാബ് തീരും തോറും ഉസൂൽ ഉണ്ടായിക്കൊണ്ടിരിക്കലാണ്. ഹിജാബ് എത്രത്തോളം തീരുന്നോ അത്രത്തോളം ഉസൂൽ, അള്ളാഹുവിൻ്റെ അൻവാർ കിട്ടിക്കൊണ്ടിരിക്കൽ. അബദ് തന്നെ, റബ്ബ് തന്നെ, രണ്ടും കൂട്ടിമുട്ടലൊന്നുമില്ല. ഫനാഹ് എന്തായിക്കോട്ടെ. അല്ലിമാമ് പറയുന്നു, അൽ-ഇൻസാനു ഇദാ തവജ്ജഹ ഇലൽ ജിഹാദ്, ജിഹാദിലേക്ക് തവജ്ജുഹായാൽ അഅറള ഖൽബഹു അനിദ് ദുനിയാ, ദുനിയാവിനെ തൊട്ട് അവൻ്റെ കൽബെന്താകും, ഏതാകും. കാരണം തിരിച്ചു വരുമെന്ന് അറിയുന്നില്ലല്ലോ. ഇനി കണ്ടുമുട്ടാത്ത പോക്കാവാലോ ഷഹീദാകുകയാണെങ്കിൽ. വാക്കുമലൽ അലൽ ആഖിറത്തിലേക്ക് ഇഖ്ബാലാവുകയും ചെയ്തു. ഫൈദാ മാത, അപ്പോൾ അവൻ മരിച്ചാൽ ഫകഅന്നഹു തഖല്ലസ മിനൽ അദുബി, അദുബിനെ തൊട്ട് രക്ഷപ്പെട്ടവനെ പോലെയായി കേട്ടോ. വവസല ഇലൽ മഹബൂബിലേക്ക് ചേർന്നവനെ പോലെയുമായി. വൈദാ ജലസ ഫീ ബൈതിഹി, ഇനി ബൈത്തിൽ തന്നെ ഇരുന്ന് നോക്കാം. രണ്ട് വിഭാഗം ഉണ്ടായാലും ഖായിഫൻ മിനൽ മൗതി, മൗത്തിനെ തൊട്ട് പേടിച്ചിട്ടായിരുന്നത്. അപ്പൊ ഹരീസൻ അലാ ജംഇ ദുനിയ, അപ്പൊ കിട്ടുന്ന സമയത്ത് ഇനിയും ദുനിയാവ് ശേഖരിക്കണമെന്നാണ് ഉദ്ദേശം. ഇത് വെറുതെ ഇരിക്കുമോ? വൈദാ മാത, അവനെങ്ങാനും മരിച്ചാൽ ഫകഅന്നഹു ഹുജിബാനിൽ മാശൂഖ്, മാശൂഖിനെ തൊട്ട് തടയപ്പെട്ടവനെ പോലെയായില്ലേ. വൽഖിയ ഫീ ദാരിൽ ഖുർബ, ഗരീബായ നാട്ടിൽ, എന്താ മാശൂഖും ഇല്ല ഹബീബും ഇല്ല, അല്ലാണ്ട് ഗരീബയില്ലേ. വലാ ശക്ക ഫീ കമാലി സആദത്തിൽ അവ്വലി, ഒന്നാമത്തവൻ്റെ സആദത്ത് എത്ര പരിപൂർണമാണ് അത് സംശയമില്ല. വ കമാലി ശകാവത്തി സാനി, രണ്ടാമത്തവൻ ഏതാണ്? ശകാവത്ത് വന്ന് നിർത്തിക്കൂടാ, ഒരു കഷ്ണം. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ ഒരു ഖുലുഖാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ റഹ്മത്ത് കാരണത്താൽ ലിൻത ലഹും, തങ്ങളെന്താക്കി അവർക്ക് നല്ല മയം ചെയ്ത് കൊടുത്തു. കടുപ്പില്ല. ലാനയലീനുവിൻ്റെ അമ്ര എന്നാണ് മാതിയാഫീലാന്നത് ലിൻത. അപ്പോൾ ഫബി റഹ്മത്തിൻ മിനല്ലാഹി എന്ന് പറഞ്ഞൂടെ, അമ്മാ തൗക്കീദാണ് തീർച്ചയായും എന്നർത്ഥത്തിന്. അതാ മസീദത്തുൽ ലി തൗക്കീദ്. ഏത് മാ ഫബി റഹ്മത്തിൻ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം ഒക്കുമല്ലോ. ഫബി മാ റഹ്മത്തിൻ മാന്തിന, അത് മാ മസീദത്തുൽ ലി തൗക്കീദ്. അപ്പോൾ ഫബി റഹ്മത്തിൻ അലീമത്തിൻ എന്നുണ്ടാകും. അലീമത്തായ റഹ്മത്ത് കാരണത്താൽ ലഹും, അത് തങ്ങളുടെ അസ്ഹാബിമാരോട്
അതെന്തിനാ? മിനല്ലാഹി എന്നുള്ളത് റഹ്മത്തിന്റെ സിഫത്താണ്, അള്ളാഹിന്റെ വക്കൽ നിന്നുള്ള ആ സിഫത്ത് മുസഫ് അർപ്പിക്കാൻ വേണ്ടത് കായിനത്തി മിനല്ലാഹിന്ന് കൂട്ടിക്കൊടുത്തു. ഇപ്പം ജദിന്റെ അർഫല്ലേ. വഹിയ തഖ്സീസുഹു ബി മകാരിമിൽ അഖ്ലാഖ്, മകാരിമുൽ അഖ്ലാഖ് കൊണ്ട് തങ്ങളെ അല്ലാഹു തആല പ്രത്യേകമാക്കി. ഇതാണ് ഇവിടെ വിഷയം. ഖുൻത തങ്ങളായി ലയ്യിനൽ ജാനിബി, തങ്ങളെ കൊണ്ട് അടുക്കൽ വളരെ മയമുള്ളതാക്കി, ലഹും അവർക്ക് വേണ്ടിയിട്ട് ഏതവസരത്തിൽ തങ്ങളെ കാണാം, ബന്ധപ്പെടാം, സംസാരിക്കാം എല്ലാം. വആമൽതഹും ബിർറിഫ്ഖി വത്തലത്തുഫി, ലത്തുഫോടുകൂടിയും മാർദ്ദവത്തോടുകൂടി എന്താക്കി അവർ തങ്ങൾ അവരോട് മുആമല ചെയ്തു. ബഅദമാകാന മിൻഹും മാകാന, എന്നാൽ അവരുടെ വക്കൽ നിന്നുണ്ടായ എന്തെല്ലാം അദബുകേടുകളും അക്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് അമീൻ മുഖാലഫത്ത് അംരിക്, ഒന്ന് അമ്രിന്റെ മുഖാലഫ ഉണ്ട്. പിന്നെ വൈസ്ലാമിക്കലിൽ അതുബി, അതുബിന്റെ മുമ്പിൽ എന്ന് വിട്ടുകൊടുക്കലോ എന്നിട്ട് കിടക്കുന്ന ഓടിയില്ലേ, ചെറിയൊരു ഓട്ടം ഉണ്ടായില്ലേ. അപ്പൊ തങ്ങളുടെ കൂടെ ആരുണ്ടായിരുന്നു? 7 വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പറഞ്ഞു. വലൗ കുന്ത, തങ്ങളായിരുന്നുവെങ്കിൽ, ഫല്ലൻ, ഫല്ലൻ എന്ന് പറഞ്ഞാൽ ജാഫിയൻ ഫിൽ മുആശറതി, മുആശറത്തിൽ അകൽച്ച സംഭവിക്കുന്നവർ, അതായത് തങ്ങളെ കൊള്ള അടുത്തൂടാം, അങ്ങനത്തെ പരിക്കൽ. അല്ല കൗലാലും ഫിയലാലും അത് അപ്പം ലാഹിറാണ്. ഈ ഹില്ലത്ത് എന്നുള്ള എന്താണ്? ഹില്ലത്ത് ഫലാലത്ത് രണ്ടുണ്ട്. ഫലാലത്ത് പുറത്തുണ്ടാകലാന്ന്, ഹില്ലത്തോ അതോ ഖലീലൽ ഖൽബിനാണ്, കൽബന്നെ കൂട്ടി കൊടുത്തിട്ടതാണ്. ഫല്ലൻ ഖലീലൻ ലം യകുൻ എന്ന് ഖാലിയർ പറഞ്ഞില്ലേ, ഫല്ലൻ ഖലീലൻ ലം യകുൻ ബൽ ലയ്യിന. ഖലീലൽ ഖൽബിന്റെ ഖാസിഹി ഗൈറ റഖീഖിൻ, പദമില്ലാത്ത മാർദ്ദവമില്ലാത്ത കാശിയായ കൽബ്. അപ്പൊ ഫൽ ഫല്ലു എന്നുള്ള സയ്യിൽ ഖുലുഖ്, സ്വഭാവം മോശപ്പെട്ടാണ്. ഖലീലുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ ഹുവല്ലദി ലാ തഅസ്സറു ഖൽബുഹു മിൻ ഷൈഇൻ, കൽബിൽ ഒന്നുകൊണ്ടും തഅസ്സുർ സിദ്ധിക്കാത്ത ആൾക്കാണ് ഖലീൽ. പാറവലേക്ക് ഉമ്മക്കസത്ത് ഖുലൂബു നമ്മൾ മുമ്പ് ഓതിയിട്ടുണ്ട്. വഹിയ കൽ ഹിജാറ, കല്ല് പോലെ ആയിപ്പോയി എന്ന് പറഞ്ഞില്ല. ഫഖദ് ലാ യകൂനുൽ ഇൻസാനു സയ്യിഅൽ ഖുലുഖി. അതുകൊണ്ടാ ഈ ഫള്ളും ഖലീലും ഒന്നിനെ ഒരുമിച്ച് കൂട്ടിയെന്നാ ചോദിക്കുന്നു. അപ്പൊ ഒന്നുണ്ടായത് കൊണ്ട് മറ്റേ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതാ പറയുന്നത് ഫഖദ് ലാ യകൂനുൽ ഇൻസാനു സയ്യിഅൽ ഖുലുഖി, ലാഹിറുള്ള സയ്യിഅൽ ഖുലുഖല്ല. വലാ യുഅന്നിഹദൻ, ആരെയും ശല്യപ്പെടുത്തൂല. അപ്പം എന്തായില്ല, അപ്പം തന്നെ എന്തുണ്ട്? കൽബ് ഖലീൽ പോകാം. വലാകിന്നഹു ലാ യരിഖു ലഹും വലാ യർഹമുഹും, അവരോട് റിഖത്തോ റഹമത്തോ തോന്നാത്തവരാകാം. അപ്പൊ ഫളഹനൽ ഫർഖു ബൈനഹുമ, അപ്പൊ ഫദ്ലിന്റെയും ഖലീലിന്റെയും ഇടയിലുള്ള ഫർഖ് മനസ്സിലാക്കാൻ കഴിഞ്ഞു. രണ്ടും ഒരുമിച്ച് കൂടുന്ന ആളുണ്ട്, ഒന്നായപ്പം തന്നെ ഒന്നുണ്ടാവാം. അതെല്ലാം ഫളു മിൻ ഹൗലിക്ക്, അതിന്റെ ജവാബ് വലൗ കുന്താന്റെ താലിയാണ് ഇത്. ലം ഫളു മുഖദ്ദമ ഏതാ? ലൗ കുന്ത. അത് മന്തിക്ക് കൂടി പറയും, മുഖദ്ദമ എന്ന് പറയും, താലി എന്നും പറയും. അപ്പുറം പോകുമ്പോൾ ഷർത്ത് എന്ന് പറയും, ജവാബെന്നും പറയും. സംഗതി എല്ലാം തന്നെ ഓരോ നാട്ടിലെത്തുമ്പോൾ ഓരോ പേരാണ്. ഓരോ ഫീൽഡിലേക്ക് പോകുമ്പോൾ നെഹവിലേക്ക് പറയുന്നത് സൈദുൻ ആലിം എന്ന് പറഞ്ഞാൽ ആരാന്ന്? സൈദേതാ മുബത്തതാ, ആലിമോ ഖബറു. ഇതേ സാധനം ഒരു മാറ്റവും വരുത്താതെ മന്തിക്കിൽ കൊണ്ടുപോയിട്ട് എന്താ പറയല്, മൗലൂന മഹമൂൽ എന്ന പേരായി. അത് തന്നെ മാനിനെ കൊണ്ടുപോയ മുസനദുൻ ഇലൈഹി, മുസനദ് എന്ന പേര്. എന്ത് പറഞ്ഞാലും സാധനം ഒന്നാണ്, ഒറ്റ സാധനം. അതെ, തങ്ങളെ വക്കലിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോകുമായിരുന്നു. ഇവിടെ പിരിഞ്ഞു പോക്ക് ഉണ്ടായിട്ടില്ലല്ലോ. അല്ല വലം യസ്കുനുവിലേക്ക്, തങ്ങളെ കൊണ്ട് അടുത്ത് വരൂല. അപ്പോൾ ഫദ്ലുൻ ഖലീലാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതിയാണെന്ന് പറയുന്നത് ഇൻഫിലാദ്. അവർ എന്താക്കും? അപകടത്തിലേക്ക് പോയി വീണു പോകും. തങ്ങളെ വിട്ടുപോയി അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തങ്ങൾ ചില കാര്യം ചെയ്യണം. ഫാഫു അന്നും, തങ്ങളോട് ബാധിക്കുന്ന എന്തെല്ലാം കാര്യമുണ്ടല്ല അതെല്ലാം അഫവ് ചെയ്തെന്ന് ചോദിക്കാൻ നിൽക്കണ്ട, അഫവ് ചെയ്ത് കൊടുക്കുക. ഇനി അള്ളാഹുമായി ബന്ധപ്പെട്ട ചില കാര്യമുണ്ട്, അതുപോലെ തങ്ങൾ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പറഞ്ഞില്ല. ഒരു വ്യക്തിക്ക് തങ്ങളോടുള്ള ഹക്കുണ്ടാകും, അള്ളാഹിനോടുള്ള ഹക്കുണ്ടാകുമല്ലോ. അതാണ് ഫീമാറ്റാലക്കും ബിഹുഖൂഖിക്ക്, തങ്ങളെ ഹക്കുമായി ബന്ധപ്പെട്ടതിൽ അഫവും ചെയ്യുക. കമാ അഫല്ലാഹു അന്ന മർത്തട്ട്, അള്ളാഹു ആദ്യം ചെയ്തിട്ടുണ്ടല്ലോ.
അപ്പൊ അല്ലാഹു നേരത്തെ പറഞ്ഞില്ലേ واستغفر لهم فيما يتعلق بحقوقه تعالى അള്ളാഹുവിന്റെ ഹക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കോട്ടം പറ്റിയാലേ തങ്ങൾ ഇസ്തിഗ്ഫാർ ചെല്ലണം. ഇത്മാമൻ ലിശഫഖത്തി അലൈഹിം എന്ന രണ്ട് ഭാഗത്തിൽ കൂടി എന്തായി ഷഫഖത്ത് പൂർത്തിയാക്കി. ഷഫഖത്ത് രണ്ടുമായില്ലേ. വൈക്മാനൽ ബിദ്ദി ബിഹിം അവരെ കൊണ്ട് ഉപകാരം ചെയ്യൽ പൂർണ്ണമാക്കാനും. ഇതിന് മൂന്നാമത്തെ ഒരു കാര്യം എന്താ വശാവിറുഹും ഫിൽ അംരി ഒരു കാര്യത്തിൽ അവരോട് മുഷാവറ ചെയ്യണം. അല്ലാഹു തആല പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ പിന്നെന്താ മുഷാവറ? ഇത് ഇവരോടുള്ള ഹക്ക് വലിച്ചു. അള്ളാഹിന്റെ തീരുമാനം വന്നാൽ മുഷാവറക്ക് അർത്ഥമില്ലല്ലോ. ഇസ്തഖ്റജ ആറാഅഹും അവരുടെ അഭിപ്രായങ്ങളെ പുറത്തെടുക്കണം. വഅലം മാ ഇൻദഹും ഫി അംരിൽ ഹർബി യുദ്ധം പോലത്തെ കാര്യങ്ങളിൽ അവരുടെ കൽബിൽ എന്താണ് ഉള്ളത് തങ്ങൾ അറിയണം. വഫി അംസാലി ഹർബ് എന്നില്ല അതുപോലത്തെ കാര്യങ്ങൾ. എന്തുകൊണ്ട് മിമ്മാ തജ്രി ഫീഹിൽ മുശാവറത്തു ആദത്തനുസരിച്ച് മുശാവറ നടക്കാവുന്ന കാര്യങ്ങളിൽ എന്നാണ് ദുഹ്റുസ്കാരത്തെ റക്കാത്താക്കണമെന്ന് മുശാവറ ചെയ്യുന്നതിൽ അർത്ഥമില്ല. നമുക്ക് എത്ര റക്കാത്താക്കുന്ന അതില്ല. അത് അല്ലാണ്ട് ഖത്ഈയായ അംറം. എന്തിനാ ഇസ്തിൽഹാറൻ ബി ആറാഇഹിം അവരുടെ ആറാ എന്താണെന്ന് നമുക്ക് വെളിപ്പെടുത്താം. വതത്യീബൻ ലിഖുലൂബിഹിം അവരുടെ കൽബിനെ എന്താക്കി സന്തോഷിപ്പിക്കാൻ നമ്മളെല്ലാം ചോദിച്ചിട്ടില്ലേ ചെയ്യുന്നത് കണ്ടാ. വറഫ്അൻ ലിഅഖ്ദാരിഹിം അവരുടെ ഖദറിനെ തങ്ങൾ ഉയർത്താൻ വേണ്ടിയാണ്. എന്താ തങ്ങൾക്ക് നമുക്ക് വലിയ പദവി നമ്മളോട് ചോദിച്ചല്ലോ, ഒന്നും അടിച്ചേൽപ്പിച്ചില്ല. അതാ വതംഹീദൻ ലിസുന്നത്തിൽ മുശാവറത്തിൽ ഉമ്മ ഉമ്മത്തിന് മുശാവറ എന്ന സുന്നത്തിന് എന്താക്കണം ആദ്യം കെട്ടിപ്പടുക്കാനോ. തങ്ങൾ പോലും അസ്ഹാബിമാരോട് മുശാവറ ചെയ്തെങ്കിൽ നമ്മൾ ചെയ്യണ്ടേ? അഭേകപക്ഷീയമായിട്ട് തീരുമാനം ഉണ്ടാക്കൂല. ഇനി ഫഇദാ അസംത അയഖീബൽ മുശാവറതി മുശാവറ ചെയ്തതിന് ശേഷം അലാ ഷൈഇൻ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനം എടുത്താൽ ഇത് എന്നെ കൊണ്ടും പൂർത്തിയാകൂല, മുശാവറ ചെയ്യപ്പെട്ട ഉമ്മത്തിനെ കൊണ്ടും ആവൂല, അല്ലാഹ് പൂർത്തിയാക്കേണ്ടതാണ് എന്ന് തീരുമാനിക്കാം. അപ്പം എന്തായി അസ്ഹാബിമാർക്കുള്ള ഹക്കെല്ലാം കൊടുത്തിട്ട് അള്ളയിലേക്ക് വിട്ടു. അതാ വത്മഅന്നത് ബിഹി നഫ്സുക ഫഇദാ അസംത മാന ഫതവക്കൽ അലല്ലാഹ് അല്ലാഹുവിന്റെ മേൽ തങ്ങൾ തവക്കുലാക്കിക്കോന്ന്. എന്തിന് ഫീ ഇമ്മാ യംദിക തങ്ങളെ കാര്യം നടപ്പിൽ വരുത്താൻ അലാമാഹു അർഷദു അസ്ലഹു ഏറ്റവും മെച്ചമായ രീതിയിൽ അള്ളാഹു നടത്തിത്തരാൻ. കാരണം ഫഇന്നമാഹു അസ്ലഹു ലക ലാ യഅലമുഹു ഇല്ലല്ലാഹ് നിങ്ങൾക്ക് അസ്ലഹായ കാര്യം ഏതാണെന്ന് അള്ളാഹ്ക്ക് അല്ലാണ്ട് അറിയൂല. കണക്ക് വെച്ചാൽ കിട്ടുന്ന ജുലൂസുകാരുടെ വാദം റംലയിലേക്ക് പുള്ളി കുത്തിട്ട് കഴിഞ്ഞാൽ എല്ലാം കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. അതും ഖത്ഈയായ ദലീലാണെന്നാ പറയുന്നത്. വന്ന മുഹമ്മദ് ഖത്ഈ തന്നെയെന്ന്. മറ്റുള്ള ഭാഷയിൽ ഹക്കുൽ യഖീനാണ്. അവന്ന് നിങ്ങൾക്ക് ഹക്കും അറിയില്ല യഖീനും അറിയില്ല, അവിടെ ഹക്കുൽ യഖീനും അറിയില്ല. ഇത് എവിടെ ഏത് കിതാബിലാ വരച്ചത്? ഇങ്ങനെ യോജിച്ചുണ്ടെങ്കിൽ ഇട്ടല്ല. അപ്പൊ ആ നബിയുടെ അസൽ കോപ്പികളെ കൈമേലുണ്ടാ എന്നിട്ടുണ്ട് എന്നോട് ചോദിച്ചിട്ട് വരാൻ. ആ നബി എഴുതിയ അസൽ കോപ്പി നിങ്ങൾ എടുത്തിട്ടുണ്ടോ? എന്നിങ്ങനെയല്ലേ ഞാൻ വരച്ചതോ? അത് ഒന്നാം നേരത്ത് മണ്ണം കട്ടി മറ്റിന്റെ കട്ടയിൽ എഴുതിയിട്ട് അല്ലാ തഫ്അൽ. ഇത് ജാഹിലിയ കാലത്താണ് അസ്ലാമാണ്. ആ മരക്കട്ടയിലും അറിയുന്നേ ഉള്ളൂ. ഇവിടെ തഫ്അൽ ലാ തഫ്അൽ അവളെ കെട്ടിക്കോ അവളെ കെട്ടണ്ട, നീ പോയിക്കോ പോണ്ട. ഇതെന്താക്കാൻ പോലെ തലവഞ്ഞൊരു ഒരൊറ്റേറ് പോലും ഏറിയിട്ട് ഈ കട്ട എങ്ങനെ വീണോ ലാ തഫ്അൽ പോണ്ട. ഇതെങ്ങനെ ഹക്കുല്യക്കീനായി? ജാഹിലിയ കാലത്തിൽ അസ്ലാമിന്റെ പുതിയ ഫോം മറന്നിട്ടുള്ളത് അതിനെ കൊണ്ടെങ്ങനെ ഹക്ക് കെട്ടി വന്നിട്ട് ഒരു നബി വരച്ചെന്ന് പറഞ്ഞാൽ ആ നബി വരച്ച കോപ്പി എവിടെ? ആ കോപ്പിനോട് ഒത്തു നോക്കുക. ആ കോപ്പി കൊണ്ടാ ഇവിടുന്ന് ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ തന്നെ ഒരു ഹാദത്തിന്റെ സനത് കിട്ടുന്നില്ല. ഉണ്ടാ എന്നിട്ടാണോ 10,000 കൊല്ലത്തിന്റെ മുമ്പ് ആ നബിയുടെ സനത് കിട്ടാൻ? നമ്മളെ കൺമുമ്പിൽ നിന്ന് മരിച്ച ചില ആലിമ്യങ്ങളെ സനത് പോലും കിട്ടാനില്ല. എൻ്റെ ആ നബീദാരിസനും കള്ളനെ പിടിക്കാനുള്ള കണക്ക് എന്താന്ന്? ഒന്ന് കട്ടുപോയ സാധനം, അതിൻ്റെ പേരും ആ കട്ടുപോയ ദിവസവും എല്ലാം കണക്കൂട്ടി അഭിജയം കേൾക്കാൻ പോലും. അത് വേറെന്തോ സാധനത്തിനെ കണക്കെത്താൻ കിട്ടൂലേ? അതേതത്? എന്നിട്ട് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? സെയ്ദ് ഉണ്ടായിരുന്നു, അമ്രു ഉണ്ടായിരുന്നു, ബക്കർ ഉണ്ടായിരുന്നു. സെയ്ദ്, അമ്രു, ബക്കർ.
3 കൊണ്ട് ഹരിച്ചാൽ 1 വന്ന ചെയ്താ കെട്ടണം, 2 വന്ന അമൃ കെട്ടണം. അപ്പൊ ഇത് ഹരിച്ചാൽ 1 വരുമെന്ന് കണക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇയാൾ എണിച്ച് ഇപ്പം ഇരുന്നാൽ കള്ളനായി രക്ഷപ്പെടുകയും മറ്റേ കള്ളനാകുകയും ചെയ്യും. അപ്പൊ ഹക്കും ചെക്കില്ല അവിടെ എന്ന് വെച്ചാൽ ഈ ഇത്ര സംഖ്യനെ ഇന്നത് കൊണ്ട് ഹരിച്ചാൽ അത് ബാക്കി വരോ ഇല്ലെന്ന് കൃത്യമായിട്ട് കിട്ടൂ. ഇങ്ങനെ 3 കൊണ്ട് ഹരിച്ചാൽ ആ തമ്മി കൂട്ടിയാൽ 3 കൃത്യമായി ഇളകുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ബാക്കി വരാണ്ട് കിട്ടുമെന്നറിയാവും. 1924 3 നോക്കിയാൽ ഇപ്പൊ കിട്ടുമോ? 1 9 10 2 12 4 16 വന്നു. 16 വന്നാൽ 1 ബാക്കി വരും എന്നറിയാം. അപ്പം ഇത് കാണുന്നുണ്ടെന്ന് 1 ബാക്കി വരും. അപ്പൊ ഞാൻ കള്ളനാവുന്നുണ്ട് അയാൾ എണിച്ചിപ്പറി നിൽക്കുന്നത്. എന്നാ പിന്നെ കള്ളനല്ലണ്ടേ? ഇതാ ഹക്കുൽ ചെക്കീന്. അങ്ങനെന്തെല്ലാം കുറെ കണക്കൂട്ടിയിട്ടുണ്ടാകും. ഈ റൂമിന്റെ ഈ വീതിയും ആ വീതിയും തമ്മിൽ കൂട്ടുക, ആ നീളം നമ്മൾ കൂട്ടിയിട്ട് പറഞ്ഞാൽ ഒരു സംഖ്യയിലൂടെ എത്താൽ ശൈശവം. ആരും ശൈശവം, ആരാ ശൈശവം? രണ്ടാമത്തത് എന്താണ്? ബാല്യം. മൂന്നാമത്തതാണ് യൗവനം. നാലാമത്തത് വാർദ്ധക്യം. അഞ്ചാമത്തത് മരണം. അപ്പൊ കുറ്റടിക്കുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചു. ജനിക്കാത്ത കുട്ടിയപ്പം മരിച്ചത്. ഇത് വന്ന യൗവനമാണെന്ന് ആര് പറഞ്ഞിരിക്കുന്നു? ആ മുഖദ്ദിമയുടെ എന്താ എന്നെ പരിഗണിച്ചു? ഇതൊക്കെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അയാൾ എന്താന്ന് കാഫിറെന്നില്ല മുജാഹിദെങ്കിലാകുമ്പോഴും അത് ഇപ്പോഴത്തെ ഒരു കൂട്ടർ ഒപ്പിച്ചോളണം. അപ്പൊ ഇതിന്റെ ആയം എന്നൊരു സാധനം അറിയാം. എനിക്കിതെല്ലാം അറിയോ. കേക്ക് കണക്കറിയോ, മറ്റേ കണക്കറിയോ, മരത്തിന് കണക്കറിയോ, എല്ലാം അറിയാം. അല്ലാണ്ട് ഉപയോഗം കൊണ്ടുപിടിച്ചു. ആയം എന്ന് പറഞ്ഞാല് ഈ വീതി ആ വീതിയും തമ്മിൽ കൂട്ടുക, ഈ നീളം തമ്മിൽ കൂട്ടുക. കൂട്ടിയിട്ട് ഒരു സംഖ്യയുടെ ഒത്താത് യൗവനം. ആ ഒക്കപ്പെടേണ്ടുന്ന സംഖ്യ യൗവനമാണ് എന്നുള്ളതിന് എന്താ പയ്യനത്തെ നില ചോദിച്ചു. എന്നിട്ടാണല്ലോ അതിന് ഒത്തില്ല എന്നുള്ള തീരുമാനം എടുക്കല്. അത് തന്നെ സെന്റിമീറ്ററിലൊക്കെ കിട്ടുകയും ചെയ്യില്ല. അത് അവരോട് ചോദിക്കുക ആരാ യൗവനം ഇപ്പൊ എന്റെ. അപ്പൊ കുറ്റടിക്കുന്നതിന് മുമ്പ് തന്നെ എന്താക്കിയ യൗവന യുവാവായി അത് ഈ കുട്ടി പോരാ. ജനിക്കുന്നതിന് മുമ്പ് മരിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിലെന്തൊക്കെയോ ഉണ്ട് എന്ന് വരുത്തി പറഞ്ഞിട്ട് ഈ എന്താ ബലഹീനന്മാരായ മനസ്സുകൾ എന്താ കീഴടക്കിയിട്ട് ഭീതി ഉണ്ടാക്കി ഇതൊക്കെ പിടിച്ചിട്ട്. അസ്ലഹം ഏതെന്ന് അല്ലാഹു തആലയ്ക്ക് അറിയുള്ളൂ. തങ്ങളും അറിയില്ല. തങ്ങൾ ആരോടാണോ മുശാവറ ചെയ്തത് അവരും അറിയൂല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. മുതവക്കിലീൻ അല്ലാഹു തആല മഹബ്ബത്ത് വെക്കും. ആരുടെ മുതവക്കിൽ അലൈഹി തആല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫയൻസുറുഹും വയുർസിദുഹും. ആ മഹബ്ബത്ത് വെക്കലിന്റെ അലാമത്താ പറഞ്ഞു വന്നത്. അതായത് മഹബത്ത് എന്നുള്ളത് ഹാദിസായ വസ്തുവിന് പറയുന്ന സിഫത്തായതുകൊണ്ട് അള്ളാഹുലേക്ക് ചേർത്താൽ എന്താക്കണം? തവീൽ കൊടുക്കണം. അബ്ബിൽഹു ഔ ഫവ്വിൽ വറം തൻസീഹ ഫയൻസുറുഹും വയുർസിദുഹും ഇലാ മാ ഫീഹി ഖൈറുൽ ലഹും വസലാഹും. വത്തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കാട്ടിലേക്ക് പോക്കല്ല. ഇന്ന് അർത്ഥം കൊടുക്കുന്ന അങ്ങനെയാണ്. അയാൾ അലല്ലാഹി തവക്കൽ എന്ന് പറഞ്ഞാൽ കാട്ടിലേക്ക് പോകുന്നു. അപ്പൊ കാട്ടിൽ പോയാലും ആളുണ്ടാവില്ലേ? അപ്പൊ ഇന്നലെ കാട്ടിലേക്ക് പോയി. തഫ്വീലുൽ അംരി ഇലല്ലാഹി തആല. എല്ലാ കാര്യങ്ങളും അല്ലാഹുവിനെക്കുള്ള ഏൽപ്പിക്കലാണ്. വൽ ഇഅ്തിമാദു അലാ കിഫായത്തിഹി. അതിൽ കിഫായത്തിന്റെ മേൽ അല്ലാഹുവിനെ മേലെ ഇഅ്തിമാദ് ചെയ്യലാണ്. ദല്ലത്തിൽ ആയത്തു. ഈ ആയത്ത് അറിയിച്ച എന്താ? എന്തെല്ലാം കാര്യമുണ്ട്? അലാ അന്നഹു ലൈസ തവക്കലു അൻ യുഹ്മിലൽ ഇൻസാനു നഫ്സഹു. കണ്ടാ? തവക്കുൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവന്റെ നഫ്സിനെ പാഴായി കളയൽ എന്നല്ല. ചെയ്യേണ്ട കുറെ കാലം ചെയ്യില്ല. എന്നിട്ട് ഇതിൻ്റെ അപ്പുറമുള്ളത് നമ്മളെ ഇൽമിലും പെടൂല, നമ്മളെ കുദറത്തിലും പെടൂല, നമ്മളെ ഇറാദത്തിലും പെടാത്ത നമുക്ക് അറിയില്ല. അപ്പൊ മനുഷ്യന്റെ പരിധിയിൽപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു. എന്താ വശാബിറുഹും ഫിൽ അംരി ആക്കിയില്ലേ? കമാ യഖൂലു ബഅദുൽ ജുഹാൽ. അങ്ങനെ ബഅദുൽ ജുഹാൽ പറയും. അപ്പൊ ജുഹാലിനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് സന്തോഷമാവില്ല. അവർക്ക് ഭയങ്കര അതാവത്വം. ഒരു ക്ലാസ് എടുത്താൽ എന്താ ഉണ്ടാക്കും?
ഖഫിയായ കുറേ ശത്രുക്കൾ സൃഷ്ടിച്ചിട്ടാ തിരിച്ചു വരിക എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോർമ്മില്ലേ? ഖഫിയായ കുറെ ആയതാക്കൾ ഒന്നെങ്കിൽ അതിന് ഹാസിദ് ഉണ്ടാവും, മിനാനോട് ഇത്തരം പറയാൻ, അല്ലെങ്കിലോ ജഹ്ല് തട്ടിപ്പൊളിച്ച കാരണത്താൽ ജാഹിലീങ്ങൾക്ക് ഇവനോട് വെറുപ്പുണ്ടാവും. അപ്പൊ ഖഫിയ ആളെ തിരിയില്ല. അതാ ഞാൻ പറഞ്ഞ, കൊതു കടിക്കുമ്പോ കൊതുവിനെ കാണും, മൂട്ട കടിക്കുമ്പോ കടിക്കുന്ന ആളെ കാണൂല. അവിടെ മൂട്ടയുള്ള കെട്ടുമ്പോ കിടക്കണ്ടെന്ന് പറഞ്ഞത്. വയില്ല, അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ലക്കാനൽ അംറു ബിൽ മുഷാവറ, മുഷാവറ കൊണ്ടുള്ള കൽപ്പന വേണ്ടാണ്ടോ. അപ്പൊ മുഷാവറ കൊണ്ട് കൽപ്പന എന്തായി മാറും? മുനാഫിയൽ ലിൽ അംറി ബിൽ തവക്കുൽ, തവക്കുലിന്റെ കൽപ്പനക്ക് എതിരാകും. ബലി തവക്കുലുനഹു അൻ യുറാഇയൽ ഇൻസാനു അൽ അസ്ബാബ് അൽ ലാഹിറ, ലാഹിറായ അസ്ബാബിനെല്ലാം പരിഗണിക്കണം. പക്ഷെ വലാകിൻ ലാ യുഅബ്ബലു അലൈഹി ബിഖൽബിഹി അലൈഹി, കൽബ് കൊണ്ട് എത്തിമത് ചെയ്യാൻ പറ്റൂല. എത്രയോ തവണ പറഞ്ഞ് ആവർത്തിച്ചുകൊണ്ടെന്താക്കി ഇപ്പൊ ഛർദ്ദിച്ചു പോയി, ആരെ മനസ്സിനും കയറാണ്ട് ആവർത്തനം കൂടിയതായിരുന്നു. ഇപ്പൊ ഭക്ഷണം കുറഞ്ഞിട്ടല്ല ഛർദ്ദി, കൂടിപ്പോയതുകൊണ്ട് ഛർദ്ദി വന്നു. ബൽ യുഅബ്ബലു അലാ ഇസ്മത്തിൽ ഹിക്മ, അള്ളാഹുവിന്റെ ഹിക്മത്താകുന്ന ഇസ്മത്തിന്റെ മേലാണ് എത്തിമത്. واعلم أن الله سبحانه وتعالى بين أن أصحاب النبي صلى الله عليه وسلم يتفرقون عنه لو كان فضلا غليظا, തങ്ങൾ ഫള്ളൻ ഖലീലായി പോയിരുന്നുവെങ്കിൽ അസ്ഹാബിമാരും തങ്ങളെ കൂടെ ഇല്ലാണ്ട് പിരിഞ്ഞു പോയനേ. അടാ ഇതോടൊപ്പം അന്ന ഇത്തിബാഅഹു ദീനും, തങ്ങൾ ഇത്തിബാ ചെയ്യലാണെങ്കിൽ ദീനാണ്, ഫിറാഖാണെങ്കിലും കുഫറുമാണ്. അടാ അപ്പൊ ഫകൈഫ യുതവഖഉ മൻ യുആമിലു الناس على خشونة اللفظ ومع قسوة القلب, അപ്പോൾ എങ്ങനെ പ്രതീക്ഷിക്കും? ആര്? യുആമിലു الناس, ജനങ്ങളോട് പെരുമാറുന്നുണ്ട്, അലാ ഖുശൂനത്തിൽ ലഫ്ദി, പറച്ചലിൽ ഭയങ്കര കടുപ്പം. ഇതോടൊപ്പം കൽബിന് കസവത്തുണ്ടെന്നാണ്. അപ്പൊ രണ്ട് വസ്തുണ്ട്. അങ്ങനെ ആയാൽ അയാൾ എന്താ പ്രതീക്ഷിക്കുക? അഞ്ഞങ്കാതന്നാസക്കൊല്ലവും ലഹു, ജനങ്ങളൊക്കെ എനിക്ക് എപ്പോഴാണെന്ന് പ്രതീക്ഷിക്കുന്നു. അത് നടക്കില്ല. എന്താ പറഞ്ഞ, വലൗ കുന്ത ഫള്ളൻ ഖലീലൽ ഖൽബ്, ആയെങ്കിൽ ആരെയും കിട്ടൂല എന്നല്ലേ പറഞ്ഞത്. അപ്പൊ തങ്ങളല്ലാത്ത വേറൊരാള് ജനങ്ങളോട് ഖുശൂനത്തുൽ ലഫ്ദ് കൊണ്ടും കസ്വത്തുൽ ഖൽബ് കൊണ്ടും പെരുമാറുകയാണെങ്കിൽ ജനങ്ങളെല്ലാവരും വഴിപ്പെടണമെന്ന് എങ്ങനെ പ്രതീക്ഷിക്കുന്നു? എന്റെ വൈതാബിഊഹു, അവരൊക്കെ ഇവനെ ഭയപ്പെടുകയും വേണം, പിൻപറ്റിയും വേണം. അതുകൊണ്ട് ഫല്ലീനു ഫിൽ ഖൗലി അൻഫദു ഫിൽ ഖുലൂബ്, ഖൗലിലുള്ള ലീന്, ഫളാദത്തില്ലാതെ കസ്വത്തില്ലാതെ, അത് കൽബിലേക്ക് വളരെ ആഴ്ന്നിറങ്ങും. പിന്നെ വാസ്റഇലിൽ ഇജാബത്തിലേക്ക് സ്പീഡും കൂട്ടും, വാദഅഇല ത്വാഅത്തിലേക്ക് ക്ഷണിക്കും. വലിദാലിക അമറല്ലാഹു മൂസ വഹാറൂന അലൈഹിമസ്സലാം ബിഹി, എന്താ കൽപ്പിച്ചത്? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, രണ്ടുപേരും ആരോട് പറയണം? ഫിർഔനോടാണ് പറയുന്നത്. ഖൗലൻ ലയ്യിന പറയണം. قال الإمام പറയുന്നു, اللين والرفق إنما يجوز إذا لم يفض إلى إهمال حق من حقوق الله تعالى. പക്ഷെ അതിനോടൊരു കൈത് ഇമാം ഖറാസി, اللين والرفق, ലീന് റിഫ്ഖ് എന്നുള്ളണ്ടല്ലോ, അത് ഉപയോഗപ്പെടുത്തിയാൽ അള്ളാന്റെ ഹക്കിന് കോട്ടം വരും എന്ന് കണ്ടാൽ അത് പറ്റൂല. ചില സ്ഥലത്ത് പറ്റൂല. അതാ ഇന്നമായുജൂസു, അത് ജായിസാകൽ ഇന്ന സ്ഥലത്താ. അവിടെ ഇന്നമ ഇട്ടാൽ എന്താന്ന്? താലിന് ഹസറാക്കി, യജൂസു എന്നുള്ളത് അതിനപ്പുറത്തേക്ക് ഹസറാക്കി. അപ്പൊ ജായിസാവൽ എപ്പോഴേയുള്ളൂ? ഇദാ ലം യുഫ്ദി ഇലാ ഇഹ്മാലി ഹഖ്ഖിൻ മിൻ ഹുഖൂഖില്ലാഹി തആല, അള്ളാന്റെ ഹക്കിൽപ്പെട്ട എന്തെങ്കിലും ഇവിടെ നിഷ്ഫലമാകും എന്നില്ലാത്ത സ്ഥലത്തേക്ക് പറഞ്ഞു. അള്ളാഹിന്റെ ഹക്കിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് ഇഹ്മാലാകുന്ന വിഷയത്തെ കിട്ടിയ ലം യജൂസ്, അവിടെ എന്നും പറ്റൂല, ഡിഫ്കും പറ്റൂല, ലീനും പറ്റൂല. അതെ, قال الله تعالى يا أيها النبي جاهد الكفار والمنافقين وغلظ عليهم, ഹില്ലത്ത് പോണമെന്ന് പറഞ്ഞു.
ഇവിടെ ഹില്ലത്ത് ഉണ്ടായെങ്കിൽ അവിടെ ഹില്ലത്ത് പോകണം. ഹില്ലത്ത് എന്താ പറഞ്ഞത്? ശിദ്ദത്തല്ലേ. എന്നിട്ട് പറഞ്ഞ് വഖാല ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് പറഞ്ഞു, ഫീ ഇഖാമത്തി ഹദ്ദിൽ റിജാ, ഹദ്ദടിക്കുന്നതിൽ, വലാ തഅഖുദുകും ബിഹിമാ റഅഫത്തും ഫീ ദീനില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിൽ അവരോട് കാരുണ്യം നിങ്ങൾ പിടികൂടല്ലേ എന്നാണ്. കാരുണ്യം ഉണ്ടായാൽ ശിക്ഷ നടപ്പിലാക്കൂല. വത്തഹഖീഖു, ചുരുക്കത്തിൽ പറയാ, അന്ന തർഫൈൽ ഇഫ്രാത്തി വത്തഫ്രീത്തി മദ്മൂമാനീൻ, എന്തിനുണ്ടല്ലോ ഇഫ്രാത്തും തഫ്രീത്തും നടു. ഇഫ്രാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അധികമായിപ്പോൾ. തഫ്രീത്ത് എന്താണ്? ഉള്ളതും ഇല്ലാണ്ടാവില്ല. അത് രണ്ടും മദ്മൂമാണ്. ഇഫ്രാത്തും തഫ്രീത്തിന് നടക്കാമല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിർത്തിയത്. അതിനെപ്പറ്റി വിശാലമായി ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പറയേണ്ടതിന് ആവശ്യമില്ല. നടക്കാൻ നിൽക്കില്ല. വൽ ഫളീലത്തു ഫിൽ വസ്തി, ഫളീലത്തുള്ളത് വസ്തിലാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് രണ്ട് തറഫുണ്ട്. ഒന്ന് തീരെ ഇല്ലാത്തവനിക്ക് ഉണ്ട് എന്ന് പറയുന്നത്, ഉള്ളത് കൂടിപ്പോയാൾക്ക് അത്ര അധികം ഇല്ല എന്ന് പറയും. അപ്പൊ ഒരു സ്ഥലത്ത് തഖലീദ് വേണമെന്ന് പറയും, മറ്റൊരു സ്ഥലത്ത് തഖലീദ് വിരോധിക്കും. അത് വൈരുദ്ധിയില്ല. എന്താ? ഇഫ്രാത്ത് തഫ്രീത്തിന് തൊട്ട് മാറി നിൽക്കണം എന്നാ പറയും. രണ്ട് തർഫിലേക്ക് അടുത്താലും പറ്റൂല. അപ്പൊ മസ്തിന്റെ ഉള്ളിൽ നിൽക്കണം. അല്ലദീ ഹുവ സിറാത്തുൽ മുസ്തഖീം. വലിഹാദ സിർരി മദഹല്ലാഹു തആല, ഇതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്ഫ് പറഞ്ഞത് അൽ വസ്ത, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ. തങ്ങളുടെ ഉമ്മത്തിനില്ല ഇഫ്രാത്തുമില്ല തഫ്രീത്തുമില്ല. ഇതാന്താന്ന് പറഞ്ഞില്ലേ? അവർ ധർമ്മം ചെയ്ത ഇതാ അൻഫഖു ലം യുസ്രിഫു, അപ്പൊ ഇഫ്രാത്തായി പോയി. വലം യഖ്തുറു, പിശകും കാണിക്കൂല. വകാന ബൈന ദാലിക ഖവാമ, നടുക്ക് നിൽക്കും എന്ന് പറഞ്ഞു. വലാ തജഅൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക, ഏതാണ്? ബുഖ്ലി. വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്തി, അതും പറ്റൂല. അതപ്പോ വസ്ത്രത്തിൽ സൂപ്പറായിട്ട് നോക്കുമ്പോൾ ബോട്ടിൽ തേച്ച് ചോദിച്ചു നോക്കിയാൽ നീലക്കുപ്പായം കിട്ടും, വെള്ളക്കുപ്പായം വെച്ച്. അപ്പൊ എന്താ? ഇഫ്രാത്തായി പോയി. തീരെ മുക്കാഞ്ഞാൽ മണ്ണിന്റെ ചോയ പോയി ചെയ്യൂല. തലയ്ക്ക് ഉപ്പിട്ടാലും അങ്ങനെ തന്നെ. കുടുക്കയില്ല ഉപ്പ് തേച്ചും വാരിയിട്ടാൽ ഭക്ഷണം പടക്കാൻ. തീരെ ഇട്ടില്ല ഞാൻ രസം ഉണ്ടാവില്ല. അപ്പൊ അതാ അതിന്റെ പാകത്തനുസരിച്ച് ഇട്ടെന്നും പറയാം, ഇട്ടില്ലെന്നും പറയാം. പഞ്ചാരിയിലും അങ്ങനെ തന്നെ, എരിവിലും അങ്ങനെ തന്നെ. വഅലം അന്നൽ മഖ്സൂദ, ഒറ്റപ്പെടലും വാഹിദാക്ക ഒന്നും പ്രശ്നമില്ല. വഅലം അന്നൽ മഖ്സൂദ മിനൽ ബഅസതി, ഒരു നബിയെ അയക്കൽ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്സൂദ് എന്താണ്? യബ്ലുഗർ റസൂലു അയുബല്ലിഗർ റസൂലു തക്ലീഫല്ലാഹി ഇലൽ ഖൽഖി, അല്ലാഹുവിന്റെ തക്ലീഫാത്തുകളെ അഥവാ അംറുൻ നഹീനെയും പടപ്പുകളിലേക്ക് എത്തിച്ചു കൊടുക്കലാണ്. വഹാദൽ മഖ്സൂദു ലാ യതിമ്മു, ഈ മഖ്സൂദ് പൂർത്തിയാവൂല ഇല്ല ഇദാ മാലത്ത് ഖുലൂബുഹും ഇലൈഹി, ജനങ്ങളെ കൽബ് തങ്ങളിലേക്ക് ചായാത്ത കാലത്തോളം. അതിനെന്താക്കി അല്ലാഹു തആല തങ്ങളെ അമ്പും നെയ്യും ഒന്നും കേൾക്കണ്ട, കാണുമ്പോൾ തന്നെ ഓറെ കാണാനാക്കം എന്നിട്ട് തങ്ങളൊക്കെ എന്താക്കി ലോകത്തുള്ള മഖ്ലൂഖാത്തിനാക്കണ ഏറ്റവും വലിയ ദീനത്തം കുറിച്ച്. ശാരീരികമായിരുന്നില്ല, ഒരു വൈകല്യമല്ല, അത്ര മാത്രമുള്ള സൗന്ദര്യം കൊടുത്തപ്പോൾ എല്ലാവരും നോക്കിപ്പോകാൻ കൊണ്ടേ. ഇപ്പൊ പന്നിരിപ്പ് കൊണ്ടൊന്നും ഒരു ലക്ഷ്യമൊന്നും ഇല്ല എന്നല്ല വെച്ചാൽ കാണുമ്പോൾ തന്നെ നോക്കാൻ തോന്നുന്നില്ല. അത് കണ്ണിനങ്ങനെ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ മണം കൊണ്ടങ്ങനെ. അതെന്തപ്പം മണക്കുന്നത്? അത് അങ്ങനെ ഒരാൾ പോകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ആകർഷിച്ചു. അപ്പൊ ഹിസ്സമ്മ മായന തങ്ങളെ കൊള്ള ആകർഷിക്കലാണ് അള്ളാഹിന്റെ ഈ ഹിക്മത്തിന്റെ ഉള്ളിൽ കിടക്കുന്നത്. സംസാരം ഇങ്ങനെ കൈ ഓടിച്ചു നോക്കിയട്ടെ. അൽജന എന്താന്ന് അലസ്റലില്ല എന്ന് പറഞ്ഞില്ലേ ഷമായില്ലേ? ആ സ്പർശനത്തിലും പറഞ്ഞു പട്ടിനേക്കാൾ മാർദ്ദവമേറിയത്. ഇനി അടുത്തടുത്ത് നോക്കുമ്പോൾ സ്വഭാവത്തിലേക്ക് നോക്കുമ്പോൾ ഇത്ര നല്ലൊരു സ്വഭാവം വേറെ ആരെയും കാണുന്നില്ല. അപ്പം വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ എന്താ, അത് തന്നെ ആകർഷിച്ചിട്ട് അടുത്തേക്ക് വെച്ച് ജനങ്ങളെല്ലാ കാര്യങ്ങളും അടുത്തേക്ക് വെച്ചിട്ടുണ്ടാവും. എന്നിട്ടാണ് പറയാ എനിക്കൊന്ന് പറയാനുണ്ട്. അവിടെ കൽബന്താകണം, അടുത്തേക്ക് ചായ്ക്കണം. അപ്പൊ അതിനകത്തൊട്ട് പിന്തിരിപ്പിക്കലാണ് മുത്തക്കബീറും ജബ്ബാറിന്റെ ലക്ഷ്യം. എന്നിട്ട് എന്താകും? ഉറപ്പുള്ള അടുത്തൊക്കെയല്ല 100 കുറ്റം ചെയ്യുന്ന ആളാണ്. നമ്മളതിനാക്കണം കെട്ടാണ്, നമ്മളതിനാക്കണം മോശം. നമ്മൾ ഞാനിപ്പെട്ട് 100 കുറ്റം ചെയ്യില്ല.
ഇല്ല, മറ്റോട് 100 കുറ്റം ചെയ്തിട്ടുണ്ട്. ഓരോ കളിക്കാൻ പോകുന്നു. അപ്പൊ ഇവൻ ആരെ ഏജന്റാന്ന് മനസ്സിലില്ലേ? തിരിഞ്ഞ അവരെ നഫ്സുകൾ അവിടെ അടങ്ങിക്കൂടണം. വഹാദാലായത്തിൽ ആ ലക്ഷ്യം പൂർത്തിയാണ്. അപ്പൊ ഈ ലക്ഷ്യത്തിന്റെ വസീലയില്ലേ, അത് പൂർത്തിയാകൂല. ഇല്ല ഇദാ കാന കരീമൻ റഹീമൻ, അവര് കരീമുൻ റഹീമായാലല്ലാണ്ട്. അപ്പൊ കരീമ യതജാവസു അൻ ദംബിഹിം, അവരെ ദോഷങ്ങളെ തൊട്ടെന്താക്കും, വിട്ടു മാപ്പ് ചെയ്യും. വയഅഫു അൻ ഇസാഅതിഹിം, അവരെന്തെങ്കിലും ഉപദ്രവിച്ചിട്ടെങ്കിൽ അപ്പവും കൊടുക്കും. വയഖസ്സുഹും ബിവുജൂഹിൽ ബിർരി വൽ മക്റമതി വശഫഖ, അതാ ഷഫഖത്ത്, മക്റമത്ത്, ബിർറ് മുതലായതുകൊണ്ട് എന്താക്കും, അവരെ പ്രത്യേകമാക്കും. ഫലിഹാദിഹിൽ അസ്ബാബി, ഇതേ അസ്ബാബ് വെച്ചുകൊണ്ട് പറയട്ടെ, വജബ അൻ യകൂന റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ജമീൽ അംബിയാ വൽ മുർസലീൻ മുതബർരിഅൻ മിൻ സൂഇൽ ഖുലുഖി, സൂഉൽ ഖുലുഖിനെ തൊട്ട് മുതബർരിയാകൽ വാജിബാണ്. അത് അഖലിയായ ദലീല ഉംറ കൊണ്ടാണ്. വഹൈതു യകൂനു ദാലിക, അങ്ങനെയാകുമ്പോൾ വജബ അൻ യകൂന ഗൈറ ഖലീലിൽ ഖൽബി, അപ്പൊ ഖലീലുൽ ഖൽബാകാൻ പാടില്ല എന്നും വന്നു. ബൽ യകൂനു കസീറൽ മൈലി ഇലാ യാനത്തിൽ ദുഅഫാ, ദുഅഫാക്കളെ സഹായിക്കുന്ന ഭാഗത്തേക്ക് ചായുന്നവരാവണം. കസീറൽ ഖിയാമി ലിയാനത്തിൽ ഫുഖറായിനെ സഹായിക്കൽ കൊണ്ട് നിലനിൽക്കണം. കസീറത്ത് തജാവുസി അൻ സയ്യിആതിഹിം, ജനങ്ങളെ മക്കളിൽ നിന്നുണ്ടാകുന്ന സയ്യാത്തിനെ തൊട്ട് മാപ്പ് കൊടുക്കുന്നവരാവണം. കസീറത്ത് തസ്തഫി അൻ ജല്ലാതിഹിം, അപ്പൊ അതെന്റെ ലാസിമാണ്. ഇതെല്ലാം അഖലിയായ ദലീൽ കൊണ്ടുവന്നു. فقال فلهذا المعنى قال ولو كنت فظا غليظ القلب لانفضوا من حولك. അപ്പൊ ഇൻഫിളാൽ ഉണ്ടായ എന്താകും, തബ്ലീഗിൽ ലക്ഷ്യം പൂർത്തിയാവില്ല. കേൾക്കാൻ ആളില്ലല്ലോ, പിന്നെ ആരുടെ അവരുണ്ട്. ഫള്ളുൻ ഖലീദാവുക എന്ന തഖ്ദീർ പ്രകാരം ഇൻഫിളാൽ ഉണ്ടാവുന്നില്ലേ. ആ ഇൻഫിളാൽ ഉണ്ടായാൽ ഫാതൽ മഖ്സൂദ് മിനൽ ബിഅസത്തി വരിസാല, ബേസത്തിന്റെയും റിസാലത്തിന്റെയും മഖ്സൂദ് നഷ്ടപ്പെട്ടു. ഇനി പറയുന്നത് അവർ അത്തോളുണ്ടാവണം, ഈ തങ്ങളെ നായിബീങ്ങളായ ആളുകളും. ആഖിറത്തിന്റെ ഉലമാക്കളാവണം റളിയല്ലാഹു അൻഹും, അൽ വാരിസൂന, തങ്ങളെ അനന്തരപ്പെടുത്തവര്, വൽ മശായിഖു, മശായിഖന്മാരുമാകണം. എങ്ങനാവണം? ഇപ്രകാരം കാരണം ജനങ്ങൾ ആരെയാണോ തുടർന്നിരിക്കുന്നത് അവരാണ് മത്ബൂ. ആ മത്ബൂഇന്റെ ദീന് പോലെയാകും ജനങ്ങൾ. ആ അച്ഛനിട്ട വാർക്കുന്നു. അപ്പൊ അതാ ഫില്ലാഹിരി വൽ ബാത്തിനി, ലാഹിറിലാവട്ടെ ബാത്തിലാവട്ടെ. وقلما يوجد من يتصف بالاخلاق الحسنه من المشايخ والعلماء في هذا الزمان, ഈ കാലഘട്ടത്തിൽ മശായിഖന്മാരാവട്ടെ ഉലമാക്കളാവട്ടെ അഖ്ലാഖുൻ ഹസനത്ത് കൊണ്ട് മുത്തസിഫായ ആളെ കിട്ടൽ വളരെ അപൂർവമായി മാറിയിരിക്കുന്നു. കണ്ടാ, ഈ സത്തത്താളാ. പക്ഷെ എല്ലാവരും അടക്കം പറയാൻ പറ്റില്ല. മനസ്സമഹുള്ള അല്ല കാത്ത ചിലരൊഴികെ കണ്ടില്ലേ. എന്നിട്ടോ അല്ല കാക്കുകയും ചെയ്തു. ശരീഅത്ത് കൊണ്ട് മുറുകെ പിടിക്കലിലേക്ക് അവരെ ഹിദായത്തിലാക്കി. ഹഖീഖത്തിന്റെ ആദാബ് കൊണ്ട് തഹഖുഖാബിലേക്കും അള്ളാഹു അവരെ ഹിദായത്തിലാക്കിയിട്ടുണ്ട്. റബിയ അന്നഹു ഖലാബി അഹ്നഫ്, അഹ്നഫുമായി ഒത്തുകൂടി. അതാ അഹ്നഫ് അൽ മദ്റൂബ് ബിഹി ബിൽ മസല ഫിൽ ഹിൽമി, സഹനശക്തിയുടെ വിഷയത്തിൽ ഒരു മസലായിരുന്നു അഹ്നഫ്. ഇതും എത്രയോ അധികം കുശൈലിയിൽ ഓതിയിട്ടുണ്ട്, റിസാദുൽ യാഫിയിൽ ഓതിയിട്ടുണ്ട്, ഇവിടുത്തിൽ തന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്താ റജുലിൻ, ഒരു റജുലി, അതാ ഖലാന്റെ ബാക്കി വരണ്ടേ. ഫസബ്ബഹു സബ്ബൻ ഖബീഹൻ, ഭയങ്കരമായ ചീത്ത പറഞ്ഞു ആ ശഖ്സ്. ഫഖാമൽ അഹ്നഫു, അഹ്നഫാടെ നിന്ന് ബഹുവ എത്തുമ്പോൾ ചീത്ത പറഞ്ഞ ആളിങ്ങനെ ഒക്കുന്നുണ്ട്. എന്നിട്ടോ ഫലമ്മ വസല ഇലാ ഖൗമിഹി, അഹ്നഫിന്റെ നാട്ടിലേക്ക് എത്തിയപ്പോൾ പറഞ്ഞ് പറയാനുള്ള എല്ലാം വേഗം പറഞ്ഞ് തീർത്തോ. നാട്ടിലെത്തിന് ആരെങ്കിലും കേട്ടാൽ നിങ്ങൾക്ക് അടി കിട്ടും. എന്നെ ചീത്ത പറയുന്നത് കേട്ടായിരുന്നു. അയാട്ടി കൊണ്ടാണ്ടിരിക്കണമെങ്കിൽ എന്തോണം എല്ലാം പറഞ്ഞ് തീർത്തിട്ട് പോയാൽ മതി. ഹുസൈൻ ലോധിയാണ്. വഖഫാടെ നിന്നിട്ട് വക്കാല യാ അഖി ഇൻകാനകത് ബഖിയ മിൻ ഖൗലിക ഫളിലത്ത്, എനിക്ക് പറയാനുള്ള വല്ല മിച്ചമുണ്ടെങ്കിൽ ഫഖുലിൽ, ഞാനിപ്പം പറഞ്ഞോളണം. നാട്ടിലിറങ്ങിയാൽ എന്താ നിങ്ങൾ പറയുന്നത് ജനങ്ങൾ കേൾക്കും.
വലാ യസ്മഅക ഖൗമി ഫതൂദ, ജനങ്ങൾ കേട്ടാൽ നിനക്ക് ഉപദ്രവം കിട്ടും. അപ്പൊ അഹനഫിന്റെ ക്ഷമന്റെ ശക്തി നോക്കിയട്ടെ. അഹനഫിന്റെ ഖുലുഖിലേക്കൊന്ന് നോക്ക്. കൈഫ അമല മഅൽ ജാഹിലി, ജാഹിലിനോട് എങ്ങനെയാ കൈമാറ്റം ചേർന്നത്. വജാമല, അവനോട് എന്താ നല്ല ജമാലിയത്തോടുകൂടി പെരുമാറിയില്ലേ. വഖാല ലഹു റജുലുൻ, ഒരു റജുല് പറഞ്ഞു, ദുല്ലനി അൽ മുറുഅ, മുറുഅത്ത് എന്താണെന്ന് അറിയിച്ചെന്നു. ഫഖാല അലൈക ബിൽ ഖുലുഖിൽ ഫസീഹി വൽ കഫ്ഫി അനിൽ ഖബീഹ് എന്ന് ഉത്തരം പറഞ്ഞിട്ട്. അഹനഫേ, വിശാലമായ ഖുലുഖ് കൊണ്ട് മുറുകെ പിടിച്ചോ, അതുപോലെ കബീഹിനെ തൊട്ട് തടുത്തോ. നീ കബീഹ് എന്ന് പറയാൻ നിൽക്കണ്ട, ചെയ്യാൻ നിൽക്കണ്ട. കബീഹ് ഇങ്ങോട്ട് വന്നാൽ നീ ചെയ്യാൻ നിൽക്കണ്ട. ആണോട്ടെ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു